യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഗനാശകാനി ധാത്രീ പുമർത്ത് നിജയസ്യ ചേത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. പ്രിയമുള്ള സജ്ജനങ്ങളെ, ഏതാനും വർഷം എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല. അത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 2-3 വർഷങ്ങൾ ചുമതല ഉണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം ഇവിടെ വരുമ്പോൾ നമ്മുടെ സത്രത്തിൽ ഭക്തന്മാരുടെ ഒരു കുറവ് കാണുന്നുവെന്ന് സംശയം. പൊതുവെ ഹിന്ദുക്കൾക്ക് ജനിക്കുമ്പോഴേ ധർമ്മബോധത്തോടു കൂടിയാണ് ജനിക്കുന്നതെന്ന ഒരു ബോധമുള്ളത് കൊണ്ട് ആധ്യാത്മികത ആവശ്യമില്ലാത്തവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് മതങ്ങളിൽ അങ്ങനെയല്ല, ജനിച്ചതിന് ശേഷം പഠിക്കേണ്ടതുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നൊരു വിശ്വാസമാണ് വച്ചു പുലർത്തുന്നത്. അതുകൊണ്ടായിരിക്കാം കാലം ചെല്ലുന്തോറും കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ ഒരു മാഹാത്മ്യം മാത്രമല്ല, ഭാഗവതം സനാതന ധർമ്മത്തിലെ അതിവിശിഷ്ടമായ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രകാശിച്ചു നിൽക്കുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റി അതിൽ പ്രധാനമായി ഭാഗവതത്തെ ശ്രദ്ധാപൂർവം അവതരിപ്പിക്കുന്നതിൽ പൂമാനന്ദ സ്വാമിജിയൊക്കെ വഹിക്കുന്ന പങ്ക് അദ്വിതീയമാണ് എന്ന് നമുക്ക് അറിയാം. വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേദിയാണ് നൈമിഷാരണ്യം ഭാഗവത തത്വ സമീക്ഷാ സത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ സനാതന ധർമ്മശാസ്ത്രത്തെ പൊതുവെ ഇകഴ്ത്തുക എന്ന ഒരു വലിയ ഒരു സങ്കല്പം തന്നെ, ഒരു പ്രത്യേക അജണ്ട തന്നെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രസക്തിയും പ്രയോജനവും ഏറ്റുവാങ്ങേണ്ട അല്ലെങ്കിൽ കൊണ്ട് നടക്കേണ്ട പുതു തലമുറ പോലും അതിൽ നിന്ന് അകന്നു പോകുന്നത് ധർമ്മശോഷണത്തിന് കാരണമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്കിന്നത്തെ ചിന്താവിഷയം യയാതിയുടെ ചരിതമാണ്. നിങ്ങൾക്കത് അറിയാം. ആ കഥ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തത്വചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഥയും കഥാപാത്രങ്ങളും പ്രസക്തമല്ല. അനേകം കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഒരു വലിയ തത്വത്തെ സരളമധുരമായി പ്രകാശിപ്പിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന ഋഷിമാരുടെ പ്രായോഗിക തന്ത്രം, അതിൻ്റെ ഭാഗമായിട്ടാണ് കഥകളിലൂടെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നത്. ഭാഗവത സപ്താഹ വേദികളിലൊക്കെ കഥകൾ, ഇന്നലെയും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ വരുമ്പോൾ റോഡിൽ തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ചില സ്ഥലത്ത് ക്ഷേത്രങ്ങളുടെയൊക്കെ മുന്നിൽ വണ്ടി നിർത്തി ഇടേണ്ടി വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ പ്രഭാഷണം പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അവിടെയെല്ലാം കഥകൾ പറയുന്നുണ്ട്. ഭഗവാന്റെയും
അത് കൊല്ലത്താണെന്ന് തോന്നുന്നു. ഭഗവാന്റെ കഥയൊക്കെ ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ കഥകൾ കേൾക്കുമ്പോൾ പ്രവക്താവ് അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കൂടെ പറയാൻ ശ്രമിക്കുമ്പോഴാണ് സാധാരണക്കാരുടെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ആവശ്യം വരുന്നത്. ഇവിടെയും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് യയാതി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ കഥ അറിയാവുന്നത് കൊണ്ട് തന്നെ കഥയിലേക്ക് ഞാൻ അതിൻ്റെ കഥാപാത്രങ്ങളും കഥകളും എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു വലിയ ചോദ്യചിഹ്നമാണ് യയാതിയുടെ കഥയിലൂടെ ഋഷി നമ്മോട് ശ്രദ്ധിക്കുവാൻ ആവശ്യപ്പെടുന്നത്. ഗൃഹസ്ഥാശ്രമികൾക്ക് പുത്രന്മാരുണ്ടാവണം എന്നുള്ളത് ഗൃഹസ്ഥധർമ്മത്തിൻ്റെ ഭാഗമാണ്. അത് കർമ്മത്തെ ആശ്രയിച്ചാണ് സന്താന ലബ്ധി ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പുത്രനോടുള്ള ഉത്തരവാദിത്വമുണ്ട്, പുത്രൻ പുലർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് രാമായണത്തിൽ 4 പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഉത്തമൻ, മധ്യമൻ, അധമൻ, ഉച്ചരിതം എന്നാണ്. ഉച്ചരിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അനേകം ഭാഗവത സത്രവേദികൾ ശ്രോതാക്കളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉച്ചരിതം എന്ന വാക്ക് അറിയാം. വിസർജ്യം എന്നാണ്. ഈ നാരദ മഹർഷി ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു അടുക്കരുത് എന്നൊരു വാക്ക് കേൾക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വലിയ തപസ്യാണ്, വളരെ പുണ്യാത്മാവാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് അടുക്കരുതെന്ന് പറയാൻ ധൈര്യമുള്ളവരാരും തന്നെ സപ്തലോഹങ്ങളിലും ഇല്ല. പക്ഷെ അടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ കേരളത്തിലൂടെ ആയിരിക്കാം. കേരളത്തിൽ അങ്ങനെ അടുക്കരുതെന്നൊക്കെ പറയുന്നവർ ധാരാളം പേരുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും അടുക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം താഴെ ശ്രദ്ധിച്ചത്. അപ്പോൾ അവിടെ കുറച്ച് മനുഷ്യ വിസർജ്യം ആണ്. അതാണ് അടുക്കരുതെന്ന് പറഞ്ഞത്. വെറും ഈ ഉച്ചരിതം പോലെ വിസർജ്യമായ വസ്തു തന്നോട് അടുക്കരുതെന്ന് പറയുന്നു. തൻ്റെ സാമീപ്യത്താൽ അപവിത്രമായ വസ്തുക്കളും പവിത്രമായി മാറേണ്ട അത്രത്തോളം തപസ്സുള്ള നാരദ മഹർഷിക്ക് അങ്ങനെ ചില അഹങ്കാരം ഉണ്ടായിരുന്നു. അത് ഭഗവാൻ ഇല്ലാതാക്കുന്നുണ്ട്. അത് കഥ വേറെ. പക്ഷെ അങ്ങനെ ഒരല്പം ഗർവമൊക്കെയുള്ള നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു, എന്നോട് അടുക്കരുതെന്ന് പറയാൻ നീ ആരാണ്? നീ കേവലം ഒരു മനുഷ്യ വിസർജ്യം. അതാണ് അത് പറയുകയാണ്. ആ വിസർജ്യം പറയുകയാണ്, ഞാൻ 4 ദിവസം മുമ്പ് ഒരു നല്ല പക്വമായ മധുരമുള്ള ആപ്പിളായിരുന്നു. തന്നെപ്പോലെ ഉള്ള ഒരുത്തൻ്റെ കയ്യിൽ വന്നു തട്ടതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലേക്ക് അധപ്പതിച്ചത് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഋഷിവാക്യങ്ങളെ ചിലർ വിസർജിച്ച് കളയും. അതാണ് നമ്മളെടുത്ത് വായിക്കുന്നത്. അങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്രയും നികൃഷ്ടമായി അതിനെ നിന്ദ്യമാക്കി അവതരിപ്പിക്കുന്നവരുണ്ട്, വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഈ എന്താണ് അതിന് പറയുന്നത്, ഇന്നത്തെ വാക്കിൽ അത് പറയുകയാണെങ്കിൽ നമ്മുടെ നവോത്ഥാനം എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് അത്തരം ചിന്തകളുമായിട്ട് വരുന്നത്. വിപ്ലവം, നവോത്ഥാനം എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഭാരത സനാതന ധർമ്മ സംസ്കാരത്തെ അത് വളരെ അവിജ്ഞയോടാണ് അവർ കാണുന്നത്. അത് നമുക്ക് വലിയ ദുരന്തമുണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പം ഇവിടെ 4 പുത്രന്മാരിൽ ഇതേപോലെ തന്നെ ഉള്ള ഒന്നാണ് ഈ ഉച്ചരിതം. അതുകൊണ്ട് ഇവിടെ യയാതി തൻ്റെ മൂത്ത പുത്രനോട്, യയാതിയുടെ മുൻ ചരിത്രത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം തന്നെ സുഖമായിട്ട് ജീവിക്കണമെന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും മതി വരാത്ത, എത്ര ആസ്വദിച്ചാലും എത്ര നമ്മൾ ഭക്ഷിച്ചാലും ഒരിക്കലും ശമിക്കാത്ത വിശപ്പാണ് നമ്മുടെ കാമം എന്ന് പറയുന്നത്. അത് കാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ തുറന്ന ഒഴുക്ക് തന്നെയാണ്. അവിടെ ആ കാമശമനം അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എത്ര തൃപ്തിയാവോളം ആസ്വദിക്കാമെന്നുള്ള നിലയിൽ തൻ്റെ യൗവനം,
തൻ്റെ ശരീരത്തിൻ്റെ വാർദ്ധക്യത്തെ അതിജീവിച്ച് യൗവനത്തിലേക്ക് വീണ്ടും നിലനിർത്താമെന്നുള്ളൊരു മോഹവും, അത് നിലനിർത്താനുള്ള തപസ്. നോക്ക്, ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായ കാര്യം ഭാഗവതത്തിൽ കൊണ്ടുവരുന്നത് ഇതാണ്. ഋഷിയുടെ ഋഷണം കടന്നു കാണാനുള്ള കഴിവ് അവിടെയാണ് വ്യക്തമാകുന്നത്. ഒരു കഥയല്ല, ഒരു കഥാപാത്രം യയാതി എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം യൗവനം എന്നും യൗവന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വിഷയസുഖങ്ങളെ അനുഭവിക്കുവാൻ വേണ്ടി യൗവനം നിലനിർത്തുന്ന തപസ്സിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അത്തരം ഒരു തപസ് ചെയ്ത് അദ്ദേഹം അത് മേടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് പുത്രൻ്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും യൗവനത്തെ തനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലത്തെ ഏറ്റവും പരമപ്രധാനമായ സമയത്തെ ഈ വിഷയഭോഗ അനുഭവിക്കുന്നതിന് വേണ്ടി തിരിച്ചു വിട്ടു എന്നുള്ളതാണ്. അപ്പം മൂത്ത പുത്രന് തയ്യാറാകുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്രന്മാർ പലതരത്തിലാണ്, 4 വിധത്തിൽ രാമായണത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ അത് പറയുന്നുണ്ട്. പക്ഷേ ഇളയ പുത്രൻ അതിന് തയ്യാറാവുന്നു. തൻ്റെ യൗവനത്തെ അച്ഛന് കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ വാർദ്ധക്യത്തെ സ്വീകരിക്കുന്നു. യൗവനത്തിലേക്ക് വരുന്ന യയാതിയുടെ ജീവിതമാണ് നമുക്കിവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിഷയം. യദുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് അനുസരിക്കുന്നില്ലെന്ന് പറയുകയാണ്. പുത്രൻ്റെ മറുപടിയിൽ അവിടെയും ഒരു വിചാരം, ഒരു ചിന്ത നിലനിൽക്കുന്നുണ്ട്. പുത്രൻ്റെ മറുപടിയിൽ പുത്രൻ പറയുന്നുണ്ട്, ഇത്രകാലം ഭോഗം, ഈ സുഖം അനുഭവിച്ചിട്ടും തൃപ്തി വരുന്നില്ലെങ്കിൽ അങ്ങയ്ക്ക്, പിതാവായ അങ്ങയ്ക്ക് ഇത്രകാലം ഈ ഭോഗത്തെ അനുഭവിച്ചിട്ടും തൃപ്തി വരുന്നില്ല എങ്കിൽ അത് അനുഭവിക്കാത്ത എനിക്ക് അതെങ്ങനെയാണ് ദാനം ചെയ്യാൻ സാധിക്കുക? അത് അനുഭവിച്ച് നോക്കിയിട്ടാണ് അത് തൃപ്തി വരേണ്ടതാണോ വരരുതാത്തതാണോ എന്ന് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാനത് അനുഭവിക്കേണ്ടതുണ്ട്. അതെന്നോട് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച് നോക്കട്ടെ, അത് തരാൻ സാധ്യമല്ല എന്നാണ് പുത്രൻ്റെ മറുപടി. ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ദേഹം, മനസ്സ്, ഈ ശരീരം ആഗ്രഹിക്കുന്ന ആ സുഖം, ആ ഭോഗം, അത് അനുഭവിച്ച് തൃപ്തി ഇതുവരെ അങ്ങേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഭോഗത്തിൽ എന്തോ ഉണ്ട്, അതിനൊരു നൈരന്തര്യമുണ്ട് എന്ന് അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് ഈ ഭോഗത്തിൽ എന്തോ ഒരു സുഖമുള്ളത് കൊണ്ടാണല്ലോ അച്ഛൻ എൻ്റെ യൗവനത്തെ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്നത്തെ തലമുറ മക്കൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതെല്ലാം ഉണ്ട്. അപ്പം മക്കൾ അച്ഛനും അമ്മയും ഹീറോയും ഹീറോയിനൊക്കെ ആയി മാറുന്ന ഈ കാലഘട്ടത്തിൽ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കൾ സ്വീകരിക്കേണ്ടത് അച്ഛനും അമ്മയും മൂല്യവത്തായ എന്തോ ഒന്ന് കൊണ്ടു നടക്കുമ്പോഴാണ് അത് വാല്യൂ ഉള്ളതായി തീരുന്നത്, അത് മൂല്യമുള്ളതായി തീരുന്നത്, പ്രാധാന്യമുള്ളതായി മാറുന്നത്. അതിലെന്തോ ഉണ്ടായിരിക്കണം. തൻ്റെ യൗവനത്തെ സ്വീകരിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കണമെന്ന് യയാതി മഹാരാജാവ് ആഗ്രഹിക്കുകയും പുത്രനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ പുത്രൻ്റെ പ്രസക്തമായ ചോദ്യം, ഇന്നത്തെ മക്കളത് ചോദിക്കുന്നില്ല എങ്കിലും അത് കാക്ഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വിവേകം അച്ഛനമ്മമാർ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അത് വളരെ ഒരു വലിയ ഒരു പോയിന്റാണ് ഇവിടെ ചോദിക്കുന്നത്. സംതിങ് എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങ് എന്നിൽ നിന്നും ഈ യൗവനത്തെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനത് അനുഭവിച്ച് നോക്കട്ടെ. അങ്ങയ്ക്ക് ഈ വിഷയങ്ങൾ അനുഭവിച്ച അങ്ങയ്ക്ക് വിഷയവിരക്തി വന്നിട്ടേയില്ല. അപ്പോൾ അനുഭവിക്കാത്ത എനിക്ക് എങ്ങനെയാണ് വിഷയവിരക്തി വരിക? അതുകൊണ്ട് ഈ വിഷയങ്ങളെ ഞാൻ അനുഭവിക്കണം. ആഗ്രഹങ്ങളുടെ പുറകെ മക്കളുടെ ശ്രദ്ധ ഏത് തരത്തിലാണ് എന്ന് അറിയാതെയുള്ള അച്ഛനമ്മമാരുടെ പരക്കം പാച്ചലിൽ നഷ്ടമാകുന്ന സംസ്കാരത്തെക്കുറിച്ച് ബോധമില്ലാതെ രാത്രി മുഴുവൻ മകളുടെ മുറിയിൽ ലൈറ്റ് കണ്ട് പഠിക്കുകയാണ് എന്ന് അഭിമാനത്തോട് കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ. 1 മണിക്ക് പോലും മകളുടെ മുറിയിൽ ലൈറ്റാണ്. അപ്പം എന്താണ്? പഠിക്കുകയാണ്.
1 മണി 2 മണിയൊക്കെ കഴിഞ്ഞാണ് ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പം ആ സമയം വരെ പഠിക്കുകയാണ് അവൾ. ഒരു പക്ഷേ IAS IPS ഒക്കെ തയ്യാറെടുക്കുകയാണ്. അതാണ് അച്ഛനമ്മയും പറഞ്ഞ് മോഹിപ്പിച്ചിരിക്കുന്നത്, രാത്രി മുഴുവൻ പഠിക്കുകയാണെന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ റീചാർജ് ചെയ്യാൻ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അതാരും അറിഞ്ഞിരുന്നില്ല. പലരും നെറ്റ് സൗകര്യപൂർവ്വം ചാർജ് ചെയ്ത് കൊടുക്കും. കാരണം നെറ്റ് കൊടുത്താലേ ഇവളെ അല്ലെങ്കിൽ ഇവനെ കസ്റ്റഡിയിലാക്കാൻ പറ്റുള്ളൂ. രാത്രി ആരുടെയോ ഉപദേശം കേട്ട് അമ്മ കഷ്ടപ്പെട്ട് ജനലിൻ്റെ മുകളിലുള്ള ആ വിൻഡോയിലൂടെ അതിനകത്തൂടെ നോക്കുമ്പോൾ ആണ് മകള് നെറ്റിൽ ചാറ്റിങ്ങിനാണ് 1 മണി 2 മണി വരെയൊക്കെ നടന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ഒരു കുറിപ്പ് മാത്രമുണ്ട്, ആളവിടെ ഇല്ല. അമ്മയെ ക്ഷമിക്കണം, മറ്റവനില്ലാതെ എനിക്ക് ജീവിക്കാനാവുകയില്ല, പോവുകയാണ്. അപ്പം ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചിന്താ വിഷയം. അതാണ് ഉദ്ബുദ്ധമാകുന്ന മനസ്സ് ഉണരുകയും, മനസ്സുണർന്നു വിഷയങ്ങളുടെ പുറകെ പായാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ, വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സ് വിഷയാഭിമുഖമായി സഞ്ചരിക്കുകയും അച്ഛനമ്മമാരുടെ അരുതാത്ത ചെയ്തികളെ അനുസരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അച്ഛനമ്മമാർ തിരിച്ചറിയാതെ, അധ്യാപകർ തിരിച്ചറിയാതെ വരുമ്പോൾ, അതാണ് കുട്ടികളുടെ ശുദ്ധമായ മനസ്സിലേക്ക് അഴുക്കുകളുടെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ടത് ആവശ്യമാണെന്ന് യയാതിയുടെ ചരിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് വെറും ഒരു കഥയല്ല, അനേകം വിഷയങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് ഭാഗവതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനേകം കഥകളും കഥാപാത്രങ്ങളും വരുമ്പോൾ ഓരോ കഥകളിലും ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും മനസ്സിൻ്റെ ആരോഗ്യം ശരിയാക്കി വെച്ചുകൊണ്ട് ജീവിക്കുക, മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളുടെ പിടി വിടുകയും ഇന്ദ്രിയങ്ങൾ അഭിമുഖമായി വിഷയങ്ങളുടെ പുറകെ പോകുകയും ചെയ്തു കഴിഞ്ഞാൽ ശുദ്ധമായ ഇന്ദ്രിയങ്ങൾ ബലം ഇല്ലാത്തവരായി കുഞ്ഞുങ്ങൾ നശിക്കും. ആ നാശത്തിലെത്തിയത് കൊണ്ടാണല്ലോ അച്ഛനായ മഹാരാജാവ് മകനായ പുത്രനോട് യൗവനത്തെ ചോദിക്കുന്നത്. ഇനിയും എനിക്ക് സുഖിക്കണം എന്നാണ്. ഒരു ശരീരത്തിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനരഹിതമാകും. മനസ്സൊരു പക്ഷേ ഊർജ്ജസ്വലമായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ശരീരം അതിന് വഴങ്ങാതെ വരുമ്പോൾ നിരാശയുടെ കയത്തിൽ മുങ്ങിപ്പോകുകയും അങ്ങനെ നിരാശ ബാധിച്ച പ്രസന്ന ചേതസ്സുകളല്ലാത്ത, പുഞ്ചിരി ഉള്ള മുഖമില്ലാത്ത അനേകം അച്ഛനമ്മമാരെ കാണാൻ കഴിയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ. അത് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാത്തത് കൊണ്ട് മാത്രമല്ല, വീട്ടിൽ അവരുടെ പ്രസന്നത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കാം ജീവിത സായാഹ്നത്തിൽ സന്തോഷകരമായിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നത്. ആ പുത്രൻ പറയേൻ, നോ ഉത്സാഹേ ജരസാ സ്ഥാതു മന്ദര പ്രാപ്തയാതവ അവിദിത്വാ സുഖം ഗ്രാമ്യം വൈതൃഷ്ണ്യം നൈതി പൂരുഷ. കുറെ കാലം വിഷയസുഖം അനുഭവിച്ചിട്ടും അങ്ങയ്ക്കതിൽ മതി വരാതിരിക്കെ അനുഭവിക്കുക പോലും ചെയ്യാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൗവനത്തെ അങ്ങയ്ക്ക് തരാൻ സാധ്യമല്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇളയപുത്രനായ പുരുവാണ് അത് യൗവനം അച്ഛന് കൊടുക്കുവാൻ തയ്യാറാകുന്നത്. അപ്പം പുരു പറയുകയാണ്, ഉത്തമ ചിന്തിതം കുര്യാത് പ്രോക്തകാരീതു മധ്യമ അധമോ അസദ്രയ കുര്യാത് അകർത്തോ ഉച്ചരിതം പിതുഹു. അവിടെയും ആ ഉച്ചരിതം എന്ന വാക്ക് വരുന്നുണ്ട്. അച്ഛൻ്റെ മനസ്സറിഞ്ഞു ചെയ്യുന്നവനാണ് ഉത്തമൻ എന്ന് പറയുകയാണ്. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കുമാർജി ആയിട്ട് ഫോണിൽ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ ചില സാഹചര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വിഷയം അവിടെ വരികയാണ്. നമ്മൾ
ഏത് ധർമ്മമാണ് നമ്മുടെ കുടുംബ ജീവിതത്തെ പവിത്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു ധാർമ്മിക ബോധമില്ലാത്തവരായി നാം വളർന്നു വരുന്നത്? ഇവിടെ ഉത്തമനായ പുത്രനെ ജനിപ്പിക്കാൻ പറ്റുമോ? പുരുവിന് 4 പുത്രന്മാരുള്ളതിൽ ഒരു യയാതിക്ക് 4 പുത്രന്മാരിൽ ഒരാൾ മാത്രം എന്തുകൊണ്ടാണ് അച്ഛന് യൗവനത്തെ കൊടുക്കാൻ തയ്യാറാണ്? മറ്റു പുത്രന്മാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരാൾക്ക് മാത്രമാണോ അച്ഛൻ്റെ സംസ്കാരം പകർന്നു കിട്ടിയിരിക്കുന്നത്? അച്ഛൻ അവസാനം അദ്ദേഹം വിഷയവിരക്തി വരുന്നുണ്ട്. അതാണ് ശരിയായിട്ടുള്ള സംസ്കാരം. അതിലേക്ക് എത്താൻ കുറെ കൂടെ അദ്ദേഹം വിഷയസുഖം അനുഭവിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ കുറെ കൂടെ ടൈം ആവശ്യമുണ്ട്. ആ ടൈമിൽ അത് സംഭവിച്ചേ പറ്റൂ. പക്ഷെ ആ ഉത്കൃഷ്ടമായ സംസ്കാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംസ്കാരം മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നല്ല പുത്രനെ ഒരാൾക്ക് ജനിപ്പിക്കാൻ കഴിയില്ല. ഇതൊരു വലിയ ചോദ്യമാണ്. ഒരു നല്ല പുത്രനെ ജനിപ്പിക്കാൻ സാധ്യമല്ലേ? എന്തുകൊണ്ടാണ് മോശം പുത്രന്മാരുണ്ടായി പോകുന്നത്? ഒരു കുടുംബത്തിൻ്റെ ഒട്ടും സംസ്കാരമില്ലാത്ത ചില മക്കളുടെ ജന്മം, അല്ലെങ്കിൽ അങ്ങനെ മക്കളെ ഓർത്ത് വിഷമിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ട്. ജീവിതം ഇത്ര നരകതുല്യമായി പോയല്ലോ ഈ മക്കളെ ഓർത്തിട്ട് എന്ന് വിഷമിക്കുകയും പെരുവഴിയിലായി പോവുകയും ചെയ്യുന്ന അച്ഛനമ്മമാർ ധാരാളം ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം വിഷയം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നത്. പുത്രൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്ത യൗവനം സ്വീകരിച്ച യയാതി രാജാവ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷയ സുഖം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പിലും അദ്ദേഹം ആ വിഷയ സുഖത്തിലേക്ക് വീണു പോവുകയാണ് പിന്നീട് നാം കാണുന്നത്. പുരുവിൽ നിന്നും സ്വീകരിക്കുന്ന യൗവനത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം വിഷയസുഖത്തിലേക്ക് വീണു പോവുകയാണ്. പക്ഷെ പിന്നീട് ദേവയാനി അതുപോലെ തന്നെ യയാതി ഇവർ രണ്ടുപേരും വിഷയവിരക്തരായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് ചിന്തിക്കേണ്ടത്, കാലം കുറേ നാള് വിഷയത്തെ അനുഭവിക്കുകയും കുറെ കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യായുസിൽ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ യൗവനത്തെ തിരിച്ചു വാങ്ങി വീണ്ടും കുറെ കാലം വിഷയസുഖം അനുഭവിക്കുകയും വീണ്ടും ആ വിഷയവിരക്തി വരികയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും വിഷയവിരക്തി വരുന്നത്? വിഷയസുഖം അനുഭവിച്ച് ഒരാൾക്ക് വിഷയവിരക്തി വരുത്താൻ പറ്റുമോ? പാൽപ്പായസം മാത്രം കുടിച്ചുകൊണ്ട് ഷുഗർ ഇല്ലാതാക്കാൻ പറ്റുകയെന്നില്ല, കൂടുകയേ ഉള്ളു. അപ്പം അതെങ്ങനെയാണ് ഒരു വിരുദ്ധമായിട്ടുള്ള ഒന്നിനെ നിരന്തരം അനുഭവിച്ചുകൊണ്ട് അതിൽ നിന്ന് വിരക്തി വരിക എന്നുള്ളത് എങ്ങനെയാണ് സംഭാവ്യമാകുന്നത്? അങ്ങനെ സംഭാവ്യമായേ പറ്റൂ. അതിവിടെ പറയുന്നുണ്ട്. അതിനുള്ള സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. രാജാവ് അവിടെ തന്നെ യയാതി രാജാവും ദേവയാനിയും വിഷയവിരക്തരാകുന്നതിന് ആ ഭാഗവതത്തിൽ ഒരു പെണ്ണ് ആടിൻ്റെയും ആണാടിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് ഒരു സന്ദർഭത്തെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മൈഥുന പ്രക്രിയകളെല്ലാം കണ്ടുകൊണ്ട് അത് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വലിയ ഒരു ചർച്ച തന്നെ വരുന്നുണ്ട്. ദേവയാനിയോട് അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഥയിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം, എങ്ങനെയാണ് യയാതി എന്ന് പറയുന്ന ആ രാജാവ് തൻ്റെ മകൻ്റെ യൗവനത്തെ സ്വീകരിച്ചുകൊണ്ട് വിഷയത്തെ അനുഭവിക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം നിവർത്തനാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ മനസ്സ് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്ന്. ഞാനിപ്പോൾ ഇവിടെ സത്രത്തിനോട് അടുക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ച്, രണ്ടുപേരും ചേർന്നാണ് ബിസിനസ് നടത്തുന്നത്, ഭാര്യയും ഭർത്താവും ചേർന്നാണ് ബിസിനസ് നടത്തുന്നത്. പക്ഷെ ഭാര്യ ബിസിനസ് അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ പണം വരും. അപ്പം ഇന്ന് കാലത്ത് സ്വാമി 2000 രൂപ ചോദിച്ചു. അപ്പം ഭാര്യ അടുത്താണ് ഭർത്താവിന് ചെലവിന് ചോദിക്കുന്നത് ഭർത്താവ്. അപ്പം ഭാര്യ പറഞ്ഞ്, എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഒരു ആവശ്യമില്ല, നമ്മൾ ഒരുമിച്ചല്ലേ പുറത്ത് പോകുന്നത്, മകളുമായിട്ട് പോകുന്നു, നമ്മൾ ഒരുമിച്ച് തന്നെ പലതും കഴിക്കുന്നു, കറങ്ങി നടക്കുന്നു, തിരിച്ചു വരുന്നു. ഇന്ന് ഈ 2000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് തരേണ്ട ആവശ്യം എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അധ്വാനിച്ച് 2000 രൂപ ഇന്ന് അയാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് തനിയെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടന്ന്
എവിടെയെങ്കിലുമൊക്കെ പോയാൽ 2000 രൂപ ചിലവാക്കിയിട്ട് വൈകുന്നേരം കയറി വരും. സമയം അതുകൊണ്ട് ഇന്നലെ മുതൽ പിണക്കത്തിലാണ്. ഈ കൊടുക്കണോ വേണ്ടോ, ഇത് ഞാൻ പറഞ്ഞിട്ട് അയാൾക്കും എന്നോട് പരിചയമുണ്ട്, ഇവർക്കും എന്നോട് പരിചയമുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നോ അല്ലെങ്കിൽ കൊടുത്തുന്നോ രണ്ടുപേരും എന്നോട് പിണങ്ങും. പക്ഷെ ഇവിടെ പൈസ ആവശ്യമാണ്, സുഖിക്കണം. അത് ഭാര്യ അറിയാതിരുന്നാലോ ഭർത്താവ് അറിയാലോ ഒന്നും പ്രശ്നമല്ല. ഏത് നിമിഷവും നമ്മുടെ മനസ്സിന് സുഖം വേണം. അതിനു വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒന്ന് പുറത്തു പോകണം. ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഒഴിവുള്ള ദിവസമാണ്, ഒന്ന് പുറത്തു പോകാം, കുറച്ച് മദ്യം കഴിക്കുക, അല്ലെങ്കിൽ മാംസം കഴിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും ഏതെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുഖത്തിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പുറകോട്ടൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. എന്തുകൊണ്ടാണ് മനുഷ്യൻ യയാതി വിഷയസുഖങ്ങളുടെ പോയിട്ടും അയാൾക്ക് വിരക്തി വരാത്തത്, അതിലൊരു മടുപ്പ് തോന്നാത്തത് എന്തുകൊണ്ടാണ്? മടുപ്പ് തോന്നുന്നുണ്ട്, അത് എപ്പോഴാണ് തോന്നുന്നത്? അതാണ് നമ്മളുടെ ചിന്താവിഷയം. ഒരു തിരിഞ്ഞു നോട്ടത്തിലുള്ള ഒരു അവസരം യയാതിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളുണ്ടാവുന്നു. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, വിചാരശേഷി എന്നാണ് പറയുന്നത്. ആ വിചാരശേഷി അച്ഛനമ്മമാർക്കില്ലാതെ വരികയാണ് എങ്കിൽ മക്കൾക്കും ആ വിചാരശേഷി ഉണ്ടാവുകയില്ല. അച്ഛനും അമ്മയും വിചാരശേഷി ഇല്ലാത്തവരാണ് എങ്കിൽ, ബുദ്ധിയില്ലാത്തവരാണ്, ആലോചനയ്ക്കാനുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ ഈ യയാതി പോലെ തന്നെയാണ്, വിഷയസുഖങ്ങളിൽ പെട്ടുപോകുക തന്നെയാണ്. യയാതി പറയുന്നുണ്ട്, തൻ്റെ ഭാര്യയോട് പറയാണ്, ആ ആട് വിഷയ രതിയിൽ മുഴുകി ഭോഗം ഒടുങ്ങാത്ത കാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നും ആ പുരുഷനായിട്ടുള്ള ആ ആടിന് വിഷയ തൃപ്തി വന്നിട്ടില്ല, അത് ഭോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തെ കാണിച്ചുകൊണ്ടാണ് ദേവയാനിയിലും വിഷയവിരക്തി അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത്. തൻ്റെ വിഷയവിരക്തി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും തൻ്റെ ഭാര്യയ്ക്കും വിഷയവിരക്തി ഉണ്ടാക്കി കൊടുക്കണം. അവസാനം ദേവയാനിക്കും വിഷയവിരക്തി ഉണ്ടാകുകയാണ്. ഇവിടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുടുംബ ജീവിതം നയിക്കുകയും ഭർത്താവിൻ്റെ മനസ്സ് ഒരു പ്രത്യേക മേഖലയിൽ സഞ്ചരിക്കുന്നു, ഭാര്യയുടെ മനസ്സ് മറ്റൊരു മേഖലയിൽ സഞ്ചരിക്കുന്നു. ഈ രണ്ട് മേഖലയും അല്ലാതെ മറ്റൊരു മേഖലയിലാണ് മക്കളുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. അങ്ങനെ മക്കളൊരു തുരുത്തിലെത്തപ്പെടുന്നു, ഭാര്യയും ഭർത്താവും ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് രണ്ടുപേരും ഒരുമിച്ച് ആത്മാന്വേഷണം ബുദ്ധിയുള്ളവരായി ഈ കിട്ടിയിരിക്കുന്ന ജീവിതത്തിൽ കുടുംബം അത്യാവശ്യം വേണ്ട സുഖവും അത്യാവശ്യം വേണ്ട സമ്പത്തും ഉണ്ടാക്കിയിട്ട് ധർമ്മത്തിൻ്റെ വേര് മുറിഞ്ഞു പോകാതെ ജീവിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ ഇവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ധർമ്മമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖം തരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ പിന്നെ യയാതിക്ക് സംഭവിച്ചതുപോലെ തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. വിഷയത്തിലേക്ക് വീണുപോയി. ഇവിടെ യൗവനം തിരിച്ചു തരാൻ മക്കളില്ല, പക്ഷേ മക്കളുടെ ജീവിതവും നശിപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ആയുസ്സും പകർന്നെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നത്. അത്രത്തോളം നമ്മുടെ മനസ്സ് ഇന്ന് ബഹിർമുഖമായിക്കൊണ്ടിരിക്കുകയാണ്. യയാതി പറയുന്നുണ്ട്, തഥാഹം കൃപണ സൂദ്രു ഭവത്യ പ്രേമയന്ത്രിത ആത്മാനം നാഭിജാനാമി മോഹിതസ്മൈ മായയ. അല്ലയോ സുന്ദരി, ഈ ആടിനെ പോലെ ദീനനായ ഞാൻ, ദൈന്യനായിട്ടുള്ള അസുരൻ മാത്രമല്ല ദീനനായിട്ട്, ബലത്തെ പ്രയോഗിക്കാൻ പറ്റാതെ, ഇന്ദ്രിയങ്ങളുടെ മേലെ എൻ്റെ ഇച്ഛാശക്തിയെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഒരുത്തൻ ദീനനായി മാറുന്നത്, ഒരുത്തൻ ദയ അർഹിക്കുന്നവനായി മാറുന്നത്. അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ അവൻ്റെ മനസ്സിൻ്റെ പിടി അയയുമ്പോഴാണ് അവന് ഒരു പരസഹായം വേണ്ടി വരുന്നത്. അങ്ങനെ ദീനനായ ഞാൻ നിന്റെ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ടവനും. അത് നമ്മൾ കാണാറുണ്ട് കല്യാണം കഴിക്കുന്ന ആദ്യ സമയങ്ങളിലൊക്കെ. ഭാര്യ അത്രയും സംരക്ഷിച്ച് തന്നെയാണ് കൊണ്ടു നടക്കുന്ന ഭർത്താവ്. ഭർത്താവിനെ അതുപോലെ തന്നെയാണ്. വരാൻ വൈകിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല, പിന്നെ വിളമ്പി വെച്ചിട്ട് കഴിച്ചിട്ട് കിടക്കും, പിന്നെ വിളമ്പി വെക്കാതെ കഴിച്ചിട്ട് കിടക്കും,
പിന്നെ വേണമെങ്കിൽ തിന്നട്ടെ എന്നുള്ള രീതിയിലാവും. കുറേ കഴിയുമ്പോൾ കുടുംബജീവിതം അങ്ങനെയായി മാറും. ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിലുള്ള സ്നേഹത്തിന് ആ നൈരന്തര്യം കുറഞ്ഞു പോകും. ഇവിടെ യയാതി പറയുന്നത്, പ്രിയപ്പെട്ടവളെ, നിന്നോടുള്ള പ്രേമത്താൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് തവമായയ മോഹിത, നിന്റെ മായയാൽ, നിന്റെ പ്രേമമാകുന്ന മായയാൽ മോഹിക്കപ്പെട്ടവനായി വിഷയസുഖങ്ങൾ രമിച്ചിട്ട് ആത്മാനന്ദം അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ ന അഭിജാനാമി, ഞാൻ അറിയാതെ പോകുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ മറന്നു പോവുകയാണ്. ഭാര്യ എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആലങ്കാരികമായിട്ടാണ്. യയാതി എന്നുള്ളത് ഒരു പുരുഷൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു ജീവൻ എന്ന നിലയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ജീവൻ, അത് പുരുഷനിലായാലും സ്ത്രീയിലായാലും എതിർലിംഗത്തിൽ നിന്നുണ്ടാകുന്ന ആകർഷകത്വം ഒരു ജീവന്റെ നിലനിൽപ്പിൻ്റെ അല്ല ജീവസന്ധാരണത്തിൻ്റെ ആരോഗ്യകരമായ ഒരവസ്ഥ വരെ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അതിനപ്പുറത്ത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പരിമിതിയെ തിരിച്ചറിയാതെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ പിറകെ പോവുകയാണെങ്കിൽ അവിടെയാണ് മായ എന്ന പദത്തിന് തന്നെ പ്രസക്തിയുള്ളത്. മായയാ മോഹിത, മായ കൊണ്ട് മോഹ വലയത്തിൽ പെട്ടിട്ട്. അതെങ്ങനെയാണ്? സൗന്ദര്യമോ പ്രേമമോ ഇഷ്ടമോ എന്തോ ആകട്ടെ, പക്ഷെ അത് മറ്റൊരു വിഷയത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിക്കുകയും അത് ശരീരത്തിൻ്റെ ചോദനകളെ പുറത്തേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ ചോദനകൾ പലപ്പോഴും നമ്മുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് മാത്രം എന്നുള്ള ചിന്ത വരികയും കുടുംബത്തിൽ നിന്ന് പുറത്താകുക മാത്രമല്ല ചെയ്യുന്നത്, തന്നിൽ നിന്ന് തന്നെ പുറത്താകുകയാണ്. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട്. കുടുംബത്തിൽ അന്യനായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. ചില അമ്മമാരെയൊക്കെ ഞാൻ വീടുകളിൽ പോയി കാണാറുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ കുടുംബത്തിൽ അന്യരായിട്ട് കഴിയാറുണ്ട്. മക്കളാൽ ശ്രദ്ധിക്കപ്പെടാത്തവരായിട്ട് വിഷമത്തോടുകൂടി കുടുംബത്തിൽ ഒരു അനാവശ്യ വസ്തുവെ പോലെ കഴിയുന്ന അച്ഛനമ്മമാരിൽ നിന്ന് ലക്ഷക്കണക്കിനുണ്ട്. സെയിം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. ആത്മാവിൽ നിന്ന് അന്യരായിട്ട് നാം കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടല്ലേ കുടുംബത്തിൽ നിന്ന് അന്യരാകേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ആത്മാവിൽ നിന്നും നാം അകന്നു പോയത് കൊണ്ടാണ് കുടുംബത്തിൽ നിന്ന് നാം അകന്നു പോകേണ്ടി വരുന്നത്. കുടുംബത്തിൽ ഒരു വ്യക്തിയെ, അച്ഛനെയും അമ്മയെയും മക്കൾ അവഗണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആത്മസമ്പന്നതയോടുകൂടി ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി അച്ഛനമ്മമാർ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ജീവിത അന്ത്യത്തിൽ, ജീവിത സായാഹ്നത്തിൽ വീട്ടിലെ ഒരു അനാവശ്യ വസ്തുവായിട്ട് അച്ഛനമ്മമാരെ മാറിപ്പോകുന്നത്. എന്തുകൊണ്ടാണ്? ആ ജീവിതത്തിൻ്റെ പ്രധാന സന്ദർഭങ്ങളിൽ കാമത്തിൻ്റെ പുറകെ, ആഗ്രഹങ്ങളുടെ പുറകെ, ദാഹങ്ങളുടെ പുറകെ, മോഹങ്ങളുടെ പുറകെ അലയുന്നത് കൊണ്ട് ശരിയായ മൂല്യം ഏതാണെന്ന് തിരിച്ചറിയാനോ അത് പകർന്നു കൊടുക്കാനോ സാധിക്കാതെ. അതുകൊണ്ട് അമ്മയെ അച്ഛനെ ഉറ്റുനോക്കി വളരുന്ന മക്കൾ അവരുടെ ബാഹ്യമായ ഇഷ്ടങ്ങളെ മാത്രമാണ്. അമ്മ ഫേഷ്യൽ ചെയ്യുന്നു, ഫേഷ്യൽ ചെയ്യുക എന്നുള്ളതിൽ പ്രാധാന്യം വരുന്നു. അമ്മ വളരെ അത്യാവശ്യം, അല്ലെങ്കിൽ അച്ഛൻ അത്യാവശ്യം മാത്രം വസ്ത്രം മതി എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് മക്കൾ വേണ്ട എന്ന് തന്നെ വിചാരിക്കുന്നു വസ്ത്രം. അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ. അപ്പം ഏറ്റവും കുറച്ച്, അത് ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. എടാ, ഇപ്പം സന്യാസിമാരായിട്ടുള്ള ആൾക്കാർ വളരെ വസ്ത്രം കുറച്ച് ധരിക്കുന്നവരുണ്ട്. ഒരു പുരുഷൻ ഒരു തോർത്തുമുണ്ട്, അതാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഒരു ചെറിയ തോർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൊക്കെ സഞ്ചരിച്ചത്. ഒരു സ്ത്രീക്ക് അങ്ങനെ സാധ്യമല്ല. ഒരു ആ ശരീര ഘടന തന്നെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും എവിടെ വെച്ചാണ് ഈ വിപരീതം സംഭവിച്ചറിഞ്ഞുകൂടെ? ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് വസ്ത്രം ആവശ്യമില്ലാത്ത രീതിയിലാണ്. അത് എവിടെ വെച്ചാണ് ഈ തലതിരി സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ വിദേശത്തുനിന്ന് വെള്ളക്കാർ ഇവിടെ വന്നു, അവർ വസ്ത്രം കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ എന്തോ അവർ കുറേ കൂടെ അത്തരത്തിലുള്ളൊരു ധർമ്മബോധമാണ് ഉള്ളത്. അതുകൊണ്ട് ഭാരതത്തിൽ വന്ന് കേരളത്തിൽ ഈ നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ കണ്ട് ഇത്രയും സമ്പുഷ്ടമായ, ഇത്രയും സംസ്കാര സമ്പന്നമായ സ്ഥലം, അവിടെയൊക്കെ നോക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്നു. അപ്പം നമ്മളിങ്ങനെ വളരെ കുറച്ച് വസ്ത്രം ഉടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം മോശമാണ് എന്ന് കരുതിയിട്ട് അവിടെ തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഇത് ഊരി കളഞ്ഞിട്ട് ഒരു നല്ല ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് നോക്കുമ്പം ഇത് പുറത്ത് കിടക്കുന്നു. അപ്പം നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തു? ഈ അവരുടെ നല്ല വസ്ത്രം എടുത്തിരുന്ന് അവർ ഊരിക്കളഞ്ഞെടുത്തിട്ട് തുടങ്ങി. ഏതാണ്ട് ഇടയ്ക്ക് എവിടെയോ സംഭവിച്ചൊരു പ്രശ്നമാണിത്. അപ്പോൾ
നമുക്ക് അതാണ് നല്ലത്. അവർ ഊരിക്കളഞ്ഞതാണെങ്കിലും നല്ലതല്ലേ എന്നാണ്. വെള്ളക്കാരൻ ഉപേക്ഷിച്ചതല്ലേ, അവൻ ഇട്ടതാണെങ്കിലും കുഴപ്പമില്ല, അത് മതി നമുക്ക്. വെള്ളക്കാരൻ ഉപയോഗിച്ച് ഉപേക്ഷിച്ചതൊക്കെ നമുക്ക് അഭിമാനത്തോടുകൂടി എടുക്കുന്ന ഒരു ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത്തരമൊരു ചോദനകളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യും നമുക്ക്? അപ്പൊ ആത്മാവിനെ അറിയാതെ, ആത്മാവ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ എന്ന കേന്ദ്ര ബിന്ദുവിൽ നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് സംഭവിക്കുന്നില്ല പലപ്പോഴും. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എന്നെ മറക്കുന്നു, അതുകൊണ്ട് ഞാൻ അന്യനായി പോകുന്നു. അത് തന്നെ കുടുംബത്തിൽ സംഭവിക്കുന്നു. അച്ഛനമ്മമാരെ അന്യരാക്കി മാറ്റുന്നു, മക്കൾക്ക് വേണ്ടാതാവുന്നു. ആത്മാവിനെ നഷ്ടപ്പെടുന്നവൻ തന്നെയാണ് കുടുംബത്തിലും സംഭവിക്കുന്നത്. നമ്മളെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ സ്വന്തം ആത്മാവിനെ അറിയാതിരിക്കുന്നത് കൊണ്ട് ദേഹബന്ധമില്ലാത്ത കാമരഹിതനായിട്ടുള്ള സ്വന്തം രൂപം, ദേഹവുമായിട്ട് ബന്ധമില്ലാത്ത ദേഹിയുടെ സ്വരൂപത്തെ, എൻ്റെ ശരിയായ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് ഈ നിന്റെ പ്രേമത്താൽ മായയ്ക്ക് അധീനനായിട്ട് ഞാനിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് യയാതി ഇവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും യയാതി പറയുകയാണ്, യത് പൃഥിവ്യാം വ്രീഹിയവം ഹിരണ്യം പശവഃ സ്ത്രിയഃ ന ദുഹ്യന്തി മനഃ പ്രീതിം പുംസഃ കാമഹദസ്യത്തെ. ഭൂമിയിൽ എത്രയധികം ധാന്യങ്ങൾ, സ്വർണം, പശുക്കൾ, സ്ത്രീകളുണ്ടോ, ഇതെല്ലാം ഒന്നായി ചേർന്നാലും കാമത്തിനടിമപ്പെട്ട പുരുഷന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇത് പുരുഷനെന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷനെ ഉദ്ദേശമല്ല, ഒരു ജീവനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. പലപ്പോഴും ഇങ്ങനെ ഒരു വ്യാഖ്യാന പെശക സംഭവിക്കുന്നുണ്ട്. എല്ലാ മതത്തിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മതത്തിലും ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ അത് പുരുഷനാണ് എന്നുള്ളതാണ്. ജീവൻ അങ്ങനെ എടുത്താൽ മതി. ജീവനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. അതേ സമയത്ത് സ്ത്രീക്ക് ജന്മനാ തന്നെ അത് പ്രകൃതിദത്തമായ ഒരു നിയന്ത്രണം. കാരണം അമ്മ എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം സ്ത്രീയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ മനസ്സ് സ്വയം നിയന്ത്രിക്കപ്പെടുകയും മക്കളുടെ സംരക്ഷണം, പരിപാലനമൊക്കെ ആയിട്ട് അവരുടെ ആ വിചാര വികാരങ്ങൾ തിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ പുരുഷൻ ഇവിടെ ആ അർത്ഥത്തിലെടുത്താലും പുരുഷന്റെ കാമത്തെ ഇതൊന്നും കൊടുത്താലും ശമിപ്പിക്കാനാവുകയില്ല എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ജീവന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവനെ ജീവിതത്തിന്റെ അമൃത സ്രോതസ്സിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ജീവനെ ജീവിതത്തിന്റെ അമൃത സ്രോതസ്സിലേക്ക്, പരമ്പൊരുളിലേക്ക്, അവൻ്റെ ഇരിപ്പിടത്തിലേക്ക്, പരമധാമത്തിലേക്ക് ജീവനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അത് മറന്നു പോകുമ്പോൾ, അത് വിസ്മരിക്കുമ്പോൾ പിന്നെ കൈയടക്കുന്നത്, ആധിപത്യം സ്വീകരിക്കുന്നത് കാമം, ആഗ്രഹങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ വിശപ്പാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ വിശപ്പെന്ന് പറയുന്നത് ഒരിക്കലും ശമിക്കുന്നതല്ല. നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറച്ച് കഴിയുമ്പോൾ വിശപ്പില്ലാതാവും. പക്ഷേ ഇന്ദ്രിയങ്ങളുടെ വിശപ്പ് എന്ന് പറയുന്നത് അസ്തമിക്കത്തേയില്ല. കണ്ണ്, കാത്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയ അഭിമുഖമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും? ആ ഒരു വഴി ഇവിടെ യയാതിയുടെ ജീവിതത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാഗവത ആരംഭം മുതൽ അവസാനം വരെയുള്ള ഓരോ സന്ദർഭങ്ങളിലും നമുക്കിവിടുന്ന് ഗ്രഹിച്ച് പോകേണ്ടത്, നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് അതാണ്. എങ്ങനെ ഈ ദുർഘടമായ ഈ ജീവിത സമസ്യയ്ക്ക് പരിഹാരം കാണാനാവും? എന്നിട്ട് നമുക്ക് പരിഹാരം കാണാനാവുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് തൃപ്തിയായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് തൃപ്തിയായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല? അതൃപ്തരാണ് നമ്മളെല്ലാം, അസന്തുഷ്ടരാണ് നമ്മളെല്ലാം. ഇന്ന് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന അസന്തുഷ്ടിയല്ല, അസംതൃപ്തിയല്ല. നമ്മുടെ ജീവിതത്തിൽ അസംതൃപ്തരാണ് നാമെല്ലാം. അനുഭവിക്കും തോറും കൂടുതൽ 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 തൃഷ്ണ വർദ്ധിക്കുകയുള്ളു. അത് വലിയ അഗ്നി പോലെയാണ് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. വലിയ വിശപ്പുള്ള അഗ്നി പോലെയാണ് കാമം. അതെത്ര കിട്ടിയാലും മതി വരികയില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് എന്ന് പറയും. നമുക്കങ്ങനെ പറയേണ്ട, എരുതിയുടെ അടുത്ത് പെട്രോൾ കൊണ്ടുവരുന്ന പോലെയാണ്.
എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും ആളിക്കത്തില്ല, പക്ഷേ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതേപോലെയാണ്. അത്ര ശക്തമായിട്ടാണ് ഈ വികാരം നമ്മെ കീഴടക്കുന്നത്, ഈ കാമം നമ്മെ നശിപ്പിക്കുന്നത്. എത്ര കിട്ടിയാലും മതി വരാത്ത ഈ തൃഷ്ണ, ഇതിനെ ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊരു മറ്റൊരു ചോദ്യമാണ്. ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കേണ്ട ആവശ്യം ഒരു മനുഷ്യനുണ്ടോ? ഒരു മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് എന്താണ് അവന് പ്രയോജനം? തൃപ്തി, ഇതാണ് പരമപ്രധാനം. അതാണ് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് പറയുന്ന തൃപ്തമായ മനസ്സിൽ എത്തി നിന്നുകൊണ്ട്, അങ്ങനെ ഒരു ഹൃദയത്തെ കൈവരിച്ചുകൊണ്ട് ഈ ജീവിതം സാധ്യമല്ലേ? ആണ് എന്നാണ് ഭാഗവതം പറയുന്നത്. പരമമായ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആവും. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകുക എന്നുള്ള മോഹത്തിൻ്റെ ആകർഷകത്വം എന്ന് പറയുന്ന ആ മായയ്ക്കുള്ളിലേക്ക് നമ്മൾ വീണു പോവുകയില്ല. ഇപ്പം ഞാൻ ലുലു മാളിൽ പോകാറുണ്ട്. അത് കാണുന്നതെല്ലാം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിലെ പൈസയുടെ പരിമിതി അനുസരിച്ചാണ് ഞാൻ ഓരോന്നിനെയും സമീപിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചിലരൊക്കെ നമുക്ക് കാണാണ്ട് അവിടെ ലുലുവിൽ കയറിയിട്ട് ദരിദ്രനായിട്ട് ഇറങ്ങി വരുന്നത്, മുഴുവൻ അവിടെ കൊടുത്തിട്ട് പോരും. പിന്നെ ചിലപ്പം കാർഡ് പോലും കാലിയാകുന്ന രീതിയിലായിരിക്കും. ബാങ്കിലെ മുഴുവൻ അവിടെ ഈ കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അക്കൗണ്ടിൽ നിന്ന് പണം പോകും. അപ്പം ഞാനവിടെ കണ്ടിട്ടുണ്ട്, സ്ക്രാച്ച് ചെയ്യുമ്പോൾ പറയുന്നത് അക്കൗണ്ടിൽ പണമില്ല. കാരണം നേരത്തെ കയറിയ ഷോപ്പിൽ ഇത് മുഴുവൻ തീർന്ന്, അതറിഞ്ഞില്ല, അടുത്ത സ്ഥലത്തേക്കാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് അതിനേക്കാൾ ആകർഷകമായ മറ്റൊരു ഷോപ്പ്, അവിടെ കയറി. പിന്നെ അതിനൊക്കെ അപ്പുറത്ത് കഴിയുമ്പോൾ തിന്നുന്ന ഐറ്റംസ്, അത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും മതി വരികയില്ല. തീറ്റ എത്ര തിന്നാലും മനുഷ്യന് അറുതി വരില്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ സർവ്വ ഇന്ദ്രിയങ്ങളും അവൻ്റെ അസ്തിത്വത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ട് തൃപ്തി വരാത്ത മനുഷ്യൻ തൃപ്തനായിട്ട് ജീവിച്ചുകൂടെ എന്ന് യയാതിയെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് ഋഷി ഇവിടെ. നിനക്ക് തൃപ്തനായിട്ട് ജീവിച്ചുകൂടെ? പക്ഷെ അതെങ്ങനെ നിനക്ക് തൃപ്തനായിട്ട് ജീവിക്കാനാവും? ഇനി പറയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ യുവതലമുറ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെയാണ് ഭാഗവതം കഥയല്ല അതാകുന്നത്. ഭാഗവതം ഒരു പുരാണ കഥ പുസ്തകമാണ് അല്ലെ ഗ്രന്ഥമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ഭാഗവതത്തിൻ്റെ കാലികമായ പ്രസക്തിയാണ്. ഏത് കാലത്തും ഭാഗവതം സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാലികമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ഭാഗവതത്തിൽ വരുന്നത് അവിടെയാണ്. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഒരു ജീവൻ നേരിടുന്ന കാലികമായ പ്രശ്നങ്ങൾക്ക്, സമസ്യയ്ക്ക് പരിഹാരം കാണാനായിട്ട് പറ്റുന്നത് അവിടെയാണ്. ഈ സപ്തമസ്കന്ധത്തിൽ നാരദ പ്രഹ്ലാദ സംവാദം വരുന്നുണ്ട്. അപ്പം അവിടെ പറയുന്നുണ്ട്, പ്രഹ്ലാദൻ പറയുകയാണ്, ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാ ധർമ്മോ ധൃതിർമതിഹി ഹ്രീ ശ്രീ തേജ സ്മൃതി സത്യം യസ്യ നശ്യന്തി ജന്മന. അതിന് അനുകൂലമായൊരു ശ്ലോകം ഇവിടെ വന്നതുകൊണ്ടത് കൊണ്ടുവന്നുവെന്നേ ഉള്ളൂ. യസ്യ ജന്മന, യാതൊന്നിൻ്റെ ജന്മത്താലാണോ, ഏതൊരു കാമത്തിൻ്റെ ഉദയത്താലാണോ, ജനനത്താലാണോ പ്രാണൻ, ആത്മാ, ധർമ്മ, ജീവനും ധർമ്മവും പ്രാണനും നഷ്ടമാകുന്നത്. നമുക്കറിയാം. ഇപ്പം അതാ ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ പത്രത്തിൽ വായിക്കാൻ, ഇവിടെ വന്നതിന് ശേഷം പത്രത്തിൽ വായിച്ചു, വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തി അകത്തായി. അപ്പം ഒരു കോമഡിയിൽ കണ്ടാണ്, വെറുതെ പോവുകയാണ്. വെറുതെ പോകുമ്പോൾ ഒരുത്തനെ ചീത്ത വിളിച്ച് അവനൊരു അടി വെച്ച് കൊടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സ് അത്രയും ചപലമാണ്. ഏത് ആരോഗ്യകരമായ ആവശ്യമാണോ അനാരോഗ്യകരമായ ആവശ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള മനഃപക്വതയില്ല. എന്തുകൊണ്ടാണ് ആ മനഃപക്വത ഇല്ലാത്തത്? പ്രാർത്ഥനയും ധ്യാനവും നിരന്തരം ചെയ്യുകയാണ് എങ്കിൽ ആ മനഃപക്വത ഉണ്ടാവും. ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിലേക്കാണ് ഭാഗവതം മറ്റു പല സന്ദർഭങ്ങളിൽ നയിക്കുന്നത്. ഹിന്ദു ദൈനംദിന ജീവിതത്തിൽ 2 സന്ധ്യകളിൽ ഏതെങ്കിലും ഒരു സന്ധ്യയെങ്കിലും ഉപയോഗയോഗ്യമാക്കുക.
പ്രാർത്ഥനയും ധ്യാനവും കൊണ്ട് നിന്റെ മനസ്സിൻ്റെ മറ്റ് സമയങ്ങളിലെ ഉപരിപ്ലവമായ ഒഴുക്കിനെ തടയാനും മാത്രമുള്ള ബലമാർജിച്ചെടുക്കുക. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് പക്വമായ ബലമുള്ള മനസ്സുകൊണ്ട് മാത്രമേ നിനക്ക് വിഷയഭോഗങ്ങളിലേക്ക് കൂപ്പുകുത്തി പോകുന്ന മനസ്സിനെ മെരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ എന്നിവിടെ പറയുകയാണ്. യാതൊരു കാമത്തിൻ്റെ ഉദയത്താലാണോ ധർമ്മവും അതുപോലെ തന്നെ ആത്മാവും പ്രാണനും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്, ധൃതി ധൈര്യം നഷ്ടമാകുന്നത്, മതി ഹ്രീ ശ്രീ തേജഃ സ്മൃതി സത്യം നശ്യന്തി. ധൈര്യം, ബുദ്ധി, ശക്തി, ലജ്ജ, ഐശ്വര്യം, തേജസ്, ഓർമ്മ, ഹൃദയത്തിലെ സത്യസന്ധത, ഇതെല്ലാം നശിക്കുകയാണ് കാമത്താൽ. നമുക്കറിയാവുന്ന കാര്യമാണ്. കുറെ കഴിയുമ്പോൾ ഭർത്താവിനെ വേണ്ട, ഭാര്യയെ വേണ്ട. ഞാനിവിടെ പറയാൻ മടിയുള്ളത് കൊണ്ട് പറയാത്തതാണ്. ഇന്ന് നടക്കുന്ന ദാരുണമായ, നമുക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം കലുഷിതമായിരിക്കുന്ന ഒരൊറ്റ കാരണമാണ് കാമം, അനിയന്ത്രിതമായ ദാഹം. ഈ അനിയന്ത്രിതമായ ദാഹമോഹങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വഴിപ്പെട്ടത്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എത്രയോ ഭാഗവത സപ്താഹങ്ങൾ നടന്നിട്ടും അനിയന്ത്രിതമായ കാമത്തിനെ കടിഞ്ഞാനിടാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഗുരുവായൂരിലെ കൃഷ്ണനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നില്ല? ഗുരുവായൂർ കണ്ടിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് സംഭവിക്കുന്നത് അത് തന്നെയാണ്, കാമത്തിൻ്റെ പുറകെ പോകൽ തന്നെയാണ്. അപ്പം ഇത് ആരോഗ്യകരമായ ദാഹമാണോ അനാരോഗ്യകരമായ ആഗ്രഹമാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധർമാധിഷ്ഠിതമായ ഒരു സുഖത്തെ സുഖത്തിൻ്റെ ഒരു നൈരന്തര്യം, ഒരു സ്ഥിരത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ തേവാരപദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയിൽ പറയുന്നുണ്ട്, ആൾവായ് നീയൻ ആവിയടി യാക്കൈ പൊരുൾ മുമ്മലമുതിരും. മൂന്ന് മലങ്ങൾ ഉതിരുന്ന ഈ യാക്ക, ഈ ശരീരം, മുമ്മലമുതിരും പൊരുൾ, ഈ 3 മലങ്ങൾ, അഴുക്കുകൾ ഉതിർത്തുകൊണ്ടിരിക്കേണ്ട, പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാക്കൈ, ഈ ശരീരം മുമ്മലമുതിരും പൊരുളാണ്. 3 അഴുക്കുകൾ സദാ വമിച്ചുകൊണ്ടിരിക്കുന്ന വെറുമൊരു ജഡമാണ് ഈ ശരീരം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലയോ ഭഗവാനെ, ശിവഭഗവാനെ, ആൾവായ് നീ എന്നെ ആവിയൊടി, നീ എന്നെ ആവിയോടുകൂടി ആൾവായ്, നീ എന്നെ, എൻ്റെ ആവി എന്ന് പറഞ്ഞ ജീവൻ, പുട്ടുപുഴുങ്ങുന്നത് ഇഡലി വേവിക്കുന്ന ആവിയല്ല. ആവി എന്ന് പറഞ്ഞാൽ തമിഴിൽ പറയുന്നത് ജീവനെയാണ് ആവി എന്ന് പറഞ്ഞാൽ. ഈ ജീവനെ, ഈ ആവിയെ നീ എന്നെ ആൾവായ്, നീ എന്നെ രക്ഷിക്കുക, എൻ്റെ ആവിയോടുകൂടി, എൻ്റെ പ്രാണനോടുകൂടി നീ എന്നെ രക്ഷിക്കണം. ഈ ശരീരക്കെട്ടിനുള്ളിൽ നിന്നും ഇത് മലസഞ്ചിയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം മൂല്യരഹിതമായിട്ടുള്ള വസ്തുക്കളുടെ പിറകെയാണ് പിന്നെയും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ. എന്നിട്ട് പറയും, തേൾവായിടയിൽ തിരിയാമൽ കാവേ, തേളിൻ്റെ വായിൽ, തേൾ കൂട്ടങ്ങളുടെ ഇടയിൽ പെട്ടുപോയാൽ കുത്തുകൊണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വേദന എത്ര കഷ്ടം. അത് പറഞ്ഞതുപോലെ തേൾവായിടയിൽ തിരിയാമൽ തേവേ കാവായ് പെരിയോവേ, അല്ലയോ പരമശിവ ഭഗവാനെ, തേളിൻ്റെ വായിൽ പെട്ടതുപോലെ നാൾവാടന്തം, നാളുകൾ തോറും നരിനര എനെ, തുടരെ എനെ ഞെരിക്കിൻறது പാർ, ഞെരിക്കുന്നത് നീ കാണുന്നില്ലയോ? അല്ലയോ പരമശിവ ഭഗവാനെ, നീ ഈ നാളുകൾ ഓരോ ദിനവും എൻ്റെ തേളിൻ്റെ വായിൽപ്പെട്ടതുപോലെ എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ജീവനും ഇങ്ങനെ ഞെരുങ്ങുന്നത് നീ കാണുന്നില്ലയോ? അങ്ങനെ നീ നെരിക്കിൻறது പാർ, അരുമാനൂർ നാൾ വാൾ നിൻ താൾ താരായോ. അരുമാനൂർ എന്ന ദേശത്ത് വസിക്കുന്നല്ലയോ ശിവഭഗവാനെ, നിൻ താൾ താരായോ, നിന്റെ പാദം എനിക്ക് തന്നാലും നാഥ നൈനാർ നായകമേ, നൈനാർമാരുടെ, ദേവന്മാരുടെ നായകസ്ഥാനത്ത് നിൽക്കുന്ന അല്ലയോ ശിവഭഗവാനെ, നീ എൻ്റെ ജീവനെ രക്ഷിക്കുക. ഞാനിവിടെ ഇത് കൊണ്ടുവന്നത്, ജീവൻ, നമ്മുടെ പ്രാണൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ പ്രാണഹത്യ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മരിക്കുന്നത് വരെ ജീവിക്കാമല്ലോ നമുക്ക്. അത് അന്തസ്സോട് ജീവിക്കുക, അഭിമാനത്തോട് ജീവിക്കുക. നമ്മുടെ ദുർബല ചിന്തകളും അറുതിയില്ലാത്ത ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ജീവനെ ആത്മാഭിമാനമില്ലാത്തവരാക്കി മാറ്റുന്നത്.
അതുകൊണ്ട് ഏകാന്തതയിൽ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ശുദ്ധ ചിത്തമുള്ളവരായിട്ട് നാം വളരേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ന ജാതു കാമഃ കാമാനാം ഉപഭോഗേന ശാമ്യതി. കാമാനാം ഉപഭോഗേന, കാമങ്ങളുടെ ഉപഭോഗം കൊണ്ട്, കാമഃ ജാതു ന ശാമ്യതി, ഒരു കാലത്ത് ഒരിക്കലും ശമിക്കുകയില്ല. കാമങ്ങളെ ഉപഭോഗിച്ചുകൊണ്ട്, കാമങ്ങളെ ഭോഗിച്ച് ആഗ്രഹങ്ങൾ അത് അനുഭവിച്ച് തീർത്തുകൊണ്ട് ശമിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുകയില്ല. അത് വലിയ വിശപ്പുള്ള അഗ്നി പോലെയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് അതുകൊണ്ടാണ്. യഥാ ന കുരുതേ ഭാവം സർവഭൂതേഷ്വമംഗളം സമദൃഷ്ടേസ്തദാ പുംസഃ സർവ സുഖമയാദിശഃ. വിഷയവിരക്തി വന്ന് സമദൃഷ്ടി വന്നാൽ, സമത്വം യോഗദൃഷ്ടി വന്നാൽ സുഖം അനുഭവിക്കാം. അതിനുള്ള പരിഹാരം ഇവിടെ പറയുകയാണ്. ഏയാത് തന്നെ പറയുകയാണ്, എപ്പോഴാണോ വിഷയവിരക്തി വരുന്നത്, ആ വിഷയവിരക്തി എങ്ങനെ വരും? 60-70 വയസ്സിലുള്ളവരെയും പിടിച്ച് ജയിലിലിടുന്നുണ്ട്, പുരുഷന്മാരെയൊക്കെ. എന്തുകൊണ്ടാണ്? അനിയന്ത്രിതമായ മോഹം. തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യനിലയ്ക്ക് അപ്പുറത്ത് മോഹം ഈ കിങ് കോബ്രയുടെ ഭക്തി പോലെ വിരിഞ്ഞു നിൽക്കുകയാണ്. അതിനെ അടക്കാൻ പറ്റാതെ വരുമ്പോൾ അവസാനം ജയിലിൽ പോയി കിടക്കേണ്ടി വരികയാണ്. നമ്മളിവിടെ കാണുന്നുണ്ട്, വെറും ഒരു മിസ്ഡ് കോൾ മാത്രം മതി ഇന്ന് ഒരാളുടെ ആഗ്രഹങ്ങളുടെ കയം എത്രത്തോളം ആഴമേറിയതാണെന്ന് അറിയാൻ. ഒരൊറ്റ മിസ്ഡ് കോള് ഉറപ്പാണ്, കെട്ടി ഇറങ്ങിക്കോളും. കണ്ണൂർ വരെ, കാസർഗോഡ് വരെ, കോഴിക്കോട് വരെ, എറണാകുളത്ത് വരെ, ഏത് രാത്രിക്കും പോകും. മിസ്ഡ് കോള് മതി. ആരാണ്? അന്വേഷിക്കുകയാണ്, തിരിച്ചു വിളിക്കുകയാണ്. അപ്പുറത്ത് നല്ല മധുരമധുരമായ ശബ്ദം വീണു. അത് സംഭവിച്ച് അത്രയുള്ള ഒരൊറ്റ മിസ്ഡ് കോളിൽ മുഴുവൻ ബലവും. എല്ലാ തപസ്സും ക്ഷേത്ര ദർശനമുണ്ട്, ഭാഗവത സപ്താഹത്തിന് പോകുന്നുണ്ട്, എല്ലാ മാസവും ഗുരുവായൂർ പോകുന്നുണ്ട്. പക്ഷെ മിസ്ഡ് കോള് തിരിച്ചറിയാൻ പറ്റിയില്ല, വീണില്ലേ? അതാണ് മനസ്സിന്റെ ബലം. നോക്ക്, മനസ്സിന്റെ കാമങ്ങളുടെ ശക്തി നോക്ക്. അത് അറിയണമെന്ന് ആഗ്രഹം. അവസാനം എന്ത് പറ്റി? ആ പെണ്ണ് ഇടുക്കിയിൽ നിന്ന് ഇവനെ കാണാൻ വേണ്ടി കളമശ്ശേരി വന്നപ്പോഴാണ് 70 വയസ്സുള്ള ഒരുത്തനാണെന്ന് അറിയണത്. അവൻ ശബ്ദം മാറ്റി സംസാരിച്ചതാണ്. കണ്ട പറഞ്ഞ ആ പെണ്ണ് ബോധം കെട്ട് വീണത് കൊണ്ട് അടുത്തുള്ള ആരോ കണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അതും അവൾ പോയേനെ, അവിടെ ജീവിതം തീരുമായിരുന്നു. ഇടുക്കിയിൽ നിന്ന് പലനാൾ ഫോണിലൂടെ പ്രേമിച്ച് അവസാനം കാണാൻ വന്നാണ്. കണവനെ ഒരു നോക്ക് കാണാൻ കണ്ടതോടുകൂടി എല്ലാം തീർന്നു. അപ്പൊ ഇതാണ്, മനസ്സിന്റെ ആഗ്രഹങ്ങൾ അത്ര ശക്തമാണ്. എവിടെയെങ്കിലും ഇതൊന്ന് തീർക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ വിഷയവിരക്തി മാത്രമാണ്. അത് യയാതിയുടെ ജീവിതം നമുക്ക് ഉത്തമ ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് വിഷയവിരക്തിയിലേക്ക് വരികയും അത് വീണ്ടും യൗവനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും എന്നിട്ട് അവിടുന്ന് വീണ്ടും കരകയറാനാവാതെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. യാ ദുസ്തജ ദുർമതിഭിർ ജീര്യതോ യാന ജീര്യതേ താം തൃഷ്ണാം ദുഃഖ നിവഗ ശർമ്മകാമോ ധൃതം ത്യജേത്. വീണ്ടും അദ്ദേഹം പറയാണ്, ദുർബുദ്ധികൾക്ക് വിവേകമില്ലാത്തവന് ഉപേക്ഷിക്കാനാവാത്തതായ തൃഷ്ണ, ദുസ്തജ, ഉപേക്ഷിക്കാനാവാത്ത ഈ ദുർമതികൾക്ക് ദുസ്തജ, ത്യജിക്കാൻ വളരെ പ്രയാസമുള്ള ഈ കാമം, ഈ തൃഷ്ണ, ജ്വര ബാധിച്ചാലും വിട്ടുപോകാത്ത തൃഷ്ണ, വാർദ്ധക്യം വന്നാലും വിട്ടുപോകാത്ത ഈ ആഗ്രഹം. ഞാൻ ഇന്നലെ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പം എവിടെയോ ഹരിപ്പാട് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തേണ്ടി വന്ന് അവിടെ ഒരു അടി നടക്കുന്നതുകൊണ്ട് ബ്ലോക്കായി. അപ്പം ഞാൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഞാൻ വഴിയിൽ നിന്ന് ഒരാളോട് ചോദിച്ചു, എന്താണ് ഇവിടെ? അത് അവിടെ അടി നടക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റോഡിലൊക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പം കുറച്ച് പെൺകുട്ടികൾ നടന്നു പോകുന്നുണ്ട്. 2 വയസ്സായ ആൾക്കാർ അവിടെ സൈഡിലിരിപ്പുണ്ട്. അവരാ പെൺകുട്ടികളെ മാത്രം തന്നെ നോക്കി ഇരിക്കുന്നു. അപ്പം ഞാൻ ഈ ഗ്ലാസ് കയറ്റിയിട്ട് കാറിലെ ഡ്രൈവറോട് പറയുന്നു, ഞാൻ പല സ്ഥലത്തും ഈ നോക്കുന്നവരെ നോക്കാറുണ്ട്, എനിക്കത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനിരുന്ന പോലെ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ്. വായിലൂടെ പാമ്പ് കയറിപ്പോയാലും അവനറിയത്തില്ല. എന്തിന് വേണ്ടി? ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും അതാണ്. വിഷയം അത്രത്തോളം
നമുക്ക് സംഭവിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു, നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ ജീവന്റെ ഒരു ക്ഷണം ജീവൻ ആത്മാവിൽ നിന്ന് അകലുന്നത് അനേക ജന്മങ്ങൾക്ക് കാരണമാകുകയാണ്. ഓർക്കുക, അതാണ് സത്സംഗം കൊണ്ടുണ്ടാകുന്ന ആ നിസ്സംഗത ജീവമുക്തിക്ക് കാരണമാകുകയും ഇജ്ജന്മത്തിൽ ഇത്തരം വിഷയഭോഗങ്ങളിൽ പെട്ട് പോകാത്തിനി ഒരു ജന്മമുണ്ടാകാതെ ഭഗവത് ഭക്തിയാൽ ശ്രദ്ധ ഉദിച്ചിട്ട് ജ്ഞാനദീപേന ജ്ഞാനത്താൽ പ്രകാശിച്ച് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേ പറ്റും. അതോടെ ജന്മമറ്റവനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പൊ ദുർബുദ്ധികളായിട്ടുള്ളവർക്ക്, വിവേകമില്ലാത്തവന് ഉപേക്ഷിക്കാനാവാത്ത ആയ ഈ തൃഷ്ണ, ജ്വര ബാധിച്ചാലും വാർദ്ധക്യം ബാധിച്ചാലും വിട്ടുപോകാത്ത ഈ തൃഷ്ണയെ സുഖം ആഗ്രഹിക്കുന്നവർ ദ്രുതം ത്യജേത്, വേഗം ഉപേക്ഷിക്കണം. സർവ്വ ദുഃഖങ്ങളുടെയും മൂലകാരണം തൃഷ്ണയാണ്, ആഗ്രഹമാണ്. അതുകൊണ്ട് സുഖം വേണോ, തൃഷ്ണയെ ഉപേക്ഷിക്കുക. അത് എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്നൊന്നും ഈ എല്ലാ വീട്ടിലും കക്കൂസ് ഉള്ളതുകൊണ്ട് ആരും പറമ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ പറമ്പിലൊക്കെയാണ് എല്ലാവരും രണ്ടിന് പോവുകയും ചെയ്യുന്നത്. അഥവാ നടന്നു പോകുമ്പോൾ കാലിലൊക്കെ പറ്റിയെന്ന് വിരിക്കുക. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ കാലിൽ കുറച്ച് വിസർജ്യം പറ്റി, അപ്പം നമ്മൾ വലത്തേക്കാലിലാണ് പറ്റിയത്, എന്നാൽ പിന്നെ ഇടത്തെ ഞൊണ്ടി വീട്ടിൽ വന്നു വലത്തേക്കാലിൽ താഴെ വെച്ചത് ഇത് ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കാറുണ്ട്. കാലിൽ കുറച്ച് അഴുക്ക് പറ്റി, എന്നാൽ പിന്നെ ഇത് ആരുടേതാണ് പരിശോധിച്ചേക്കെ എത്ര നാളായി പഴക്കമുണ്ട്, അതിന് വേണ്ടി തീക്കുക അപ്പം തന്നെ കഴുകും, ആണോ? അതെ. അങ്ങനെയാണ് എങ്കിൽ മനസ്സിലെ ഈ മാലിന്യങ്ങൾ അപ്പം തന്നെ ഭഗവത് ചിന്ത കൊണ്ട് കഴുകിക്കൂടെ? അത് വെച്ച് പഴുത്ത് നശിച്ച് വീണ്ടും നാറ്റം ഉണ്ടായി അങ്ങനെ നമ്മുടെ കാലിൽ അകത്തേക്ക് കയറി അത് ജീവനെ സമൂലം ബാധിച്ചു കഴിയുമ്പോഴാണ് ഒരു സത്സംഗം കേൾക്കുന്നത്. ഇപ്പോൾ ചിന്മയാൻ സ്വാമിജിയുടെ ഒരു സത്സംഗം കേട്ടൊരു മാതാജിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മരിക്കാൻ വേണ്ടിയാണ് പോയത്, കടപ്പുറത്തേക്ക് പോയത്, കടലിൽ ചാടിച്ചാകാം. ഭർത്താവിനെയും മടുത്ത് മക്കളെയും മടുത്ത്. അപ്പോൾ കടപ്പുറത്ത് അവിടെ എവിടെയോ ഒരു സത്സംഗം നടക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ചിന്മയാനന്ദ മഹാരാജാവിൻ്റെ ഒരു ഗീതാ പ്രവചനം നടക്കുകയാണ്. അത് കേട്ടു, കുറച്ച് ഭാഗം കേട്ടു. മരിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ചുകൂടെ ആ സത്രവേദിയുടെ അടുത്ത് വന്ന് കേട്ടു. പിന്നെ അവിടെ ഇരുന്നു. വൈകുന്നേരം നേരെ വീട്ടിലേക്ക് പോയി. അന്ന് ചത്തില്ല. പിറ്റേ ദിവസം സത്സംഗം കേൾക്കാൻ വന്നു, ചത്തില്ല. പിന്നെ ഗീതാ പ്രഭാഷകയായി മാറിയെന്നാണ് മനസ്സിലായി. ഈ ഭർത്താവായിട്ടും മക്കളായിട്ടൊക്കെ ഇങ്ങനെ മായ വരും, അല്ലെ ഭാര്യയായിട്ടും മക്കളായിട്ടും ബന്ധങ്ങളായിട്ടൊക്കെ മായ വരും. അതിനകത്തൊന്നും പെട്ടുപോകേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ ജന്മാവകാശമാണ് എന്ന് അവർ പിന്നീട് തിരിച്ചറിയാൻ ചെയ്തു. അപ്പം ഈ ശമിക്കാത്ത അണയാത്ത അഗ്നി പോലെ അത്രയും വലിയ ദാഹക ശക്തിയുള്ള, ഇതിന് തിന്നു തീർക്കാൻ പറ്റുന്ന ശക്തിയുള്ള ഈ കാമം, അതിനെ ഉപേക്ഷിച്ചാലേ സുഖം സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വീണ്ടും പറയണ്, അതുകൊണ്ട് കാമം ശമിക്കാതിരുന്നാൽ, ശമിക്കാത്തതിനാൽ ഞാൻ കാമത്തെ ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ച് അഹങ്കാരത്തെയും അഹങ്കാരജന്യമായ സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളെയും വിചാരശക്തിയാൽ ജയിച്ച് കാട്ടിൽ പോകുന്നു എന്ന് പറയാൻ. നിർദ്വന്ദ്വോ നിരഹങ്കാര, ഈ രണ്ട് ദ്വന്ദ്ങ്ങളെയും ഞാൻ ജയിച്ചിട്ട് ഞാൻ കാട്ടിൽ പോവുകയാണ്. എന്തുകൊണ്ടാണ്? കാമം ശമിക്കുന്നില്ല എന്ന് വിചാരശക്തിയാൽ ആലോചിച്ചു കഴിഞ്ഞാൽ, ആലോചിച്ചിട്ട് വീണ്ടും നമുക്ക് ആ തെളിവ് വരുന്നില്ല എങ്കിൽ ആലോചനയ്ക്ക് ശക്തി ഉണ്ടായില്ല എന്നാണ്. ജിയോയുടെ സിമ്മ് പോലാണ്. അത് വലിയ ആകർഷകമായ പാക്കേജിൽ ആദ്യം ഇറക്കും, എല്ലാവരും മേടിക്കും. 1 വർഷം നെറ്റ് ഫ്രീ, 2-ാം വർഷം 800 രൂപ അടക്കാൻ പറയുകയാണ്. അപ്പോഴും നെറ്റ് കിട്ടുന്നുണ്ടല്ലോ, മേടിക്കും. പിന്നെ അവരുടെ വില വീണ്. പിന്നെ ഒരിക്കലും നെറ്റിന് വേണ്ടി പിന്നെ ജിയോ സിം ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് ആഗ്രഹങ്ങൾ. ജിയോയുടെ സിമ്മ് പോലെയാണ്. ആദ്യം ചെറിയ പാക്കേജൊക്കെ ഇട്ട് വരും, നമ്മളതിനകത്ത് വീണു, പിന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. വേറെ ഏറ്റവും നല്ല സ്പീഡും നല്ല സർവീസും. പക്ഷേ നമ്മൾ അറിയുന്നില്ല, ഉപയോഗിക്കുന്നത്. 2 മാസം കഴിയുമ്പോൾ, 6 മാസത്തേക്കാണ് എടുത്തത്, 2 മാസം കഴിയുമ്പോൾ മെസ്സേജ് വന്നു തുടങ്ങി, നിങ്ങളുടെ 75% ഉപയോഗിച്ചിരിക്കുന്നു. അറിഞ്ഞില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവനെ ഇങ്ങനെ നശിപ്പിച്ച് ചണ്ടിയാക്കി പിഴിഞ്ഞ് ഊറ്റി കുടിച്ചതിന് ശേഷം ഇവിടെ മെസ്സേജ് വരാൻ അവർക്ക് സാധിക്കും. ഇവിടെ മെസ്സേജായിട്ട് വരാൻ ആരുമില്ല.
നമ്മുടെ ആര് മെസ്സേജ് അയക്കാനാണ് നമ്മുടെ മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നത്? അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതിനെയാണ് ഇവിടെ വിചാരശക്തി എന്ന് പറയുന്നത്. വിചാരശക്തി കൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റണമെന്ന് പറയുന്നു. അങ്ങനെ പറ്റിയില്ല എങ്കിലോ? ദൃഷ്ടം, ഈ മനസ്സ് ശ്രുതം അസത് ബുദ്ധ്യ, വീണ്ടും പറയുകയാണ്. ആരാണ്? യയാതി തന്നെ പറയുകയാണ്. നമ്മുടെ മനസ്സ് ഈ ആഗ്രഹങ്ങളാകുന്ന ഇത്തരമുള്ള മനസ്സ് എങ്ങനെയാണ്? കാണപ്പെട്ടതായിട്ടുള്ള ഈ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും സത്യമല്ലെന്നറിഞ്ഞിട്ട്, ശാശ്വതമല്ലെന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് വെളിയിൽ വരണം. ഇത് സത്യമല്ല എന്നറിഞ്ഞിട്ട് ഈ ജനനീ നവരത്നമഞ്ജരിയിൽ ഗുരു പറയുന്നുണ്ട്, ഇല്ലാതെ മായയിടും ഉല്ലാസം, ഇല്ലാത്ത മായയിടുന്ന ഉല്ലാസം. കറക്റ്റാണ്. മായ ഇല്ലാത്തതാണ്. ഈ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്ന മായ ഇടുന്ന ഉല്ലാസം, ഈ സന്തോഷം, അത് എല്ലാം അറിവല്ലാതെ മറ്റൊന്നുമല്ല. അതെല്ലാം ഈശ്വരൻ തന്നെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ട്വിസ്റ്റിങ് സംഭവിക്കുന്നേ ഇല്ല. ഇത് മായാകൽപ്പിതമാണ്, ഈ മോഹവലയം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും സംഭവിക്കുന്നേ ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഈ കാണപ്പെടുന്നത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറകെയാണ്. കാണപ്പെടുന്ന, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല. ഇത് അപ്പാദുരൈ സ്വാമി പറയുന്നത് പോലെ നീർക്കുമിഴിയാണ്. ഇത് ഉദകപ്പോള പോലെയാണ്, വെള്ളത്തിലെ നീർക്കുമിള പോലെയാണ്. പക്ഷേ അത് ക്ഷണനേരത്തേക്ക് അതിൻ്റെ അസ്തിത്വമുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ സമയം മുഴുവൻ നമ്മൾ അതിനകത്ത് വീണു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നേയില്ല. അങ്ങനെ ഈ കാണപ്പെടുന്നതെല്ലാം സത്യമല്ല എന്നറിഞ്ഞിട്ട് സത്യമായ ശാശ്വതമായ എന്നിലേക്ക് നിങ്ങൾ വിചാരശക്തി കൊണ്ട് തിരിച്ചു വരണം. ആത്മവിചാരമാകുന്ന ശക്തി കൊണ്ട് തിരിച്ചു വരണം. അതുകൊണ്ട് നിങ്ങൾ വിചാരശക്തിയെ ഉയർത്തി നിർത്തണം. എപ്പോഴും ശാശ്വതവും ശാശ്വതമല്ലാത്തതുമായിട്ടുള്ള ഈ ദൃശ്യത്തിലെ ഭോഗസമൃദ്ധമായൊരു ജീവിതവും അല്ലാത്തതിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ സംഭവിക്കുന്നത്, പെട്ടെന്ന് നമ്മുടെ മനസ്സ് വിഷയം അഭിമുഖമായിട്ട് സഞ്ചരിക്കുകയുള്ളൂ. അതിനെ അതിജീവിക്കാൻ മാത്രമുള്ള ബലം, ആത്മബലം, തപസ്സിൻ്റെ ബലം ഹൃദയത്തിന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മണ്ണന്തല ദേവി സ്തോത്രം എന്ന് പറയുന്ന ഒരു കൃതി വരുന്നുണ്ട്. ആ കൃതിയിൽ പറയുന്നുണ്ട്, മണ്ണ്, ജലം, അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി. ഈ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തെ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഇതെല്ലാം പിടിച്ച് എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി ഈ ശരീരമാകുന്ന കൂട്ടിനകത്ത് ഇതെല്ലാം ഇട്ടിട്ട് ജീവനാകുന്ന തീയിനെ, എരിയെ അതിനകത്ത് കൊളുത്തി ദണ്ണപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നും പിണ്ടത്തിൽ നിന്ന് അമൃത് നൽകി വളർത്ത ശംഭു. എൻ്റെ ഈ പിണ്ടത്തിന്, എൻ്റെ ഈ ജീവന് അമൃതം നൽകി അവിടുന്ന് എന്നെ വളർത്തണം. എന്നെ ഈ കൂട്ടിനകത്ത് ജീവനാകുന്ന തീയെ കൊളുത്തിയിട്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അതുകൊണ്ട് അതിനൊരു ശമനം ഉണ്ടാക്കിയേ പറ്റൂ. അതിന് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം. ഇവിടെ ഭഗവത് അനുഗ്രഹത്താലാണ് യയാതിക്ക് ആ ഒരു മുക്തി സംഭവിക്കുന്നത്. വിചാരശക്തി കൊണ്ട് ശാശ്വതമായ തൻ്റെ ഉള്ളിലെ ആ പരമ്പൊരുളിനെ, പരമാത്മാവിനെ അവസാന സമയം തിരിച്ചറിയാണ്. അത് തൻ്റെ ഭാര്യയ്ക്ക് ആ ഉപമയിലൂടെ ആണും പെണ്ണുമായ രണ്ട് ആടുകളുടെ ഭോഗസമൃദ്ധമായ ജീവിതത്തെ പ്രത്യക്ഷത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, നോക്കൂ, ഇതൊരിക്കലും ശമിക്കുന്നില്ല. അത് മനസ്സിലാകുന്ന ദേവയാനിക്കും അവസാനം ഈ ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ദാഹവിമുക്ത, മോഹവിമുക്തി സംഭവിക്കുകയാണ്. എന്താണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നില്ല, മോഹമാകുന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. മോഹത്തിന് വശപ്പെട്ടിട്ട് ആത്മഹന്താക്കളായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ മനസ്സ് മോഹത്തിന് അടിമപ്പെട്ടിട്ട് ആത്മാവ് നഷ്ടപ്പെട്ടവരെ പോലെ ആണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ആത്മ അന്വേഷിയോ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരമ്പര നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകാത്തത്.
അപ്പം അങ്ങനെയുള്ള തൃഷ്ണയെ ജയിക്കുക മാത്രമേ ഉപായമുള്ളൂ. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കുരുക്കിൽ പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ഈ അഴിയാത്ത ഈ മനസ്സിൻ്റെ മോഹമാകുന്ന ഈ കുരുക്കാണ്. അതിൽ നമുക്ക് വെളിയിൽ വരാൻ പറ്റുന്നേയില്ല. അതൊരു മനസ്സിൻ്റെ കുഴപ്പത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ്. തനിക്ക് തന്നെ നഷ്ടമാകുന്നത് അറിയാത്തത് കൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പുകൾ, സഹോദരി ഇവരാരെയും അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നെ വിഷ് ചെയ്യാൻ വയസ്സായ ആള്, അവരുടെ ഏറ്റവും മൂത്ത അവരുടെ അപ്പനും ആരോ അദ്ദേഹം പൂമുഖത്ത് കസേരയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ ഇരുത്തി. എന്നിട്ട് അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, സ്വാമി വന്നു, ചായ വെള്ളമൊക്കെ എടുക്കാൻ പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് ആരും വരുന്നില്ല. അപ്പം എനിക്ക് പരിചയമുള്ള വീടാണ്. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് സ്വാതന്ത്ര്യത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കടന്നു ചെല്ലുമ്പം അച്ഛനും അമ്മയും 2 മക്കളും ആ വീട്ടിലുണ്ട്. പക്ഷെ 4 പേരും മൊബൈലിലാണ്. 4 പേരും മൊബൈലിലിരിക്കുന്നതുകൊണ്ട് ഈ അപ്പൂപ്പൻ പറഞ്ഞതും കേട്ടില്ല, ഞാൻ വന്നതും അറിഞ്ഞില്ല. ഞാൻ വന്നത് അറിഞ്ഞതുകൊണ്ട് അച്ഛൻ അവിടുത്തെ വീട്ടുകാരൻ എഴുന്നേറ്റുവെങ്കിലും സ്വാമി ഒരു നിമിഷം എന്ന് പറയും. ഏതോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അതിൻ്റെ ചാറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിപ്ലൈ വരാൻ വേണ്ടി ഒരു നിമിഷം എന്നോട് വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഇതാണ് അവസ്ഥ. ഇന്ന് നമ്മൾ അത്തരം വിഷയങ്ങൾ കുരുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപകടകരമായ ഹൃദയത്തിൻ്റെ മുഴുവൻ അപഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് മനസ്സ് നഷ്ടമാകുന്നു എന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. അവിടെ വിചാരശക്തി കൊണ്ട്, ഓർമ്മ കൊണ്ട്, ആലോചന കൊണ്ട് നമ്മൾ തിരിച്ചു വരണമെന്ന് യയാതി ഓർമ്മിപ്പിക്കുകയാണ്. അറിയാതെ സംഭവിച്ചു പോകുന്ന ഈ തൃഷ്ണ, ഈ ആഗ്രഹം വിചാരശക്തിയാൽ തിരിച്ചു വന്നേ പറ്റൂ. ആത്മബലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആത്മവിചാരം മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്നു. ആസേവിതം വർഷപൂകാൻ ഷഡർഗ വിഷയേഷു സഹ ക്ഷണേന മുമുചേ നീഖം ജാതപക്ഷ ഇവ ദ്വിജഃ. വളരെ കാലമായിട്ട് അനുഭവിച്ചു വന്നതിനെ, ഏതിനെ? ആസേവിതം വർഷപൂകാൻ, വർഷങ്ങളായിട്ട് കുറേ കാലമായിട്ട് അനുഭവിച്ചു വരുന്ന ഈ വിഷയ ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തനായിട്ട് മടുത്ത യയാതി പിന്നെ എന്താണ് ചെയ്യിച്ച? ജാതപക്ഷ, പക്ഷം ജനിച്ച, ചിറകുമുളച്ച പക്ഷി കുഞ്ഞുങ്ങൾ കൂടുപേക്ഷിച്ച് പറന്നു പോകുന്നത് പോലെ വിവേക വൈരാഗ്യങ്ങളാകുന്ന ചിറകുകൾ മുളച്ചിട്ട് അദ്ദേഹം ഈ വിരക്തനായിട്ട് പറന്നു പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഉള്ള മരം നോക്കിയിട്ട് പക്ഷികൾ കൂട് കെട്ടുന്നു, മുട്ട വിരിഞ്ഞ് അത് ചിറക് മുളച്ച് കഴിയുമ്പോൾ അമ്മയെ അച്ഛനെ ഉപേക്ഷിച്ച് ആ കുഞ്ഞുങ്ങളും പറന്നു പോകുന്നു, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും പറന്നു പോകും. അങ്ങനെയൊന്നും മനുഷ്യന് ജീവിക്കാനാവില്ല. പക്ഷെ ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അറ്റാച്ച്മെന്റ്, ആ മരത്തോട് അറ്റാച്ച്മെന്റോ ആ കൂടിനോടോ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ രമണ മഹർഷി പറയും, இந்த இலை எதுக்கு? சாப்பிடுறதுக்கு தானே இலை. சாப்பிட்ட பிறப்பாடு, சாப்பிட்ட பிறகு இந்த இலையை மடிச்சு பையில் வச்சுட்டு யாராவது போவாங்களா? ശരി, കല്യാണ സദ്യക്ക് പോയി, ഭക്ഷണം സമൃദ്ധമായിട്ട് വിളമ്പി, നല്ല സദ്യ, ഇല കൂടെ മടിച്ച് ബാഗിൽ വെക്കാറില്ല, ഇല എടുത്ത് കുപ്പത്തൊട്ടിയിൽ പോട്ടിട്ട് പോയിട്ടേ ഇരിപ്പേ. அதே மாதிரி இந்த உடம்பு, இந்த சரீரம் உனக்கு ஆத்மஞானத்துக்காக மட்டும், ஆத்மஞானத்தினு வேண்டி மாத்திரമാണ് ഈ ശരീരം. അത് ഇല மாதிரி, சாப்பிட்ட பிறகு இலைய ആവശ്യമില്ലാത്ത മാതിരി ജ്ഞാനത്തുക്കാക இந்த മനസ്സ്, ഈ ശരീര മനസ്സുകളെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഇതിനെ നീ ഉപേക്ഷിക്കണം. ഇതിനോട് വലിയ കാര്യം കാണിക്കേണ്ടതില്ല. കാര്യം കാണിച്ചു കഴിഞ്ഞാൽ 60-ാമത്തെ 70-ാമത്തെ വയസ്സിലും കണ്ടു കഴിഞ്ഞാൽ 16 വയസ്സ് പോലെ ഇന്ന് മേക്കപ്പ് ചെയ്തു തരാൻ ആളുണ്ട്. പക്ഷേ മേക്കപ്പ് ചെയ്ത് 16 വയസ്സാക്കിയാലും ശരീരത്തിൻ്റെ ചുളികൾ മാറുന്നില്ല, വിയർപ്പും ദുർഗന്ധവും ഒന്നും മാറുന്നില്ല. ഇതങ്ങനെ തന്നെ നിൽക്കും ഒരു കുളി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഇന്നൊക്കെ ഈ പെണ്ണ് കാണാൻ പോകുന്നവർ ഇപ്പം ഞാൻ അടുത്ത കാലത്ത് കേട്ടാണ്, കുളിക്കാൻ പറയുമെന്നാണ്. അവിടെ ചെന്നുണ്ട് പെണ്ണോട്, നീ കുളിച്ചിട്ട് വന്നാൽ മതി, ഈ മേക്കപ്പ് എന്നാണ്. കുളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ രൂപം അറിയാമല്ലോ, മേക്കപ്പാണോ ഓൾഡാണോ അതോ ഗോൾഡാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ മേക്കപ്പിലല്ല. ഈ ശരീരത്തെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ഒരു രക്ഷയുമില്ല, ഇതൊരിക്കലും ശമിക്കുന്നതല്ല. അതുകൊണ്ട് യയാതി മഹാരാജാവ് പറയുന്നത്, വിവേക വൈരാഗ്യങ്ങളാകുന്ന ചിറകു മുളച്ചിട്ട് യയാതി വിഷയ ആഗ്രഹങ്ങളാകുന്ന കൂട്ടിൽ നിന്നും ശരീരത്തിൽ നിന്നും വിട്ടു പോവുകയാണ്. അപ്പോഴേ സ്വതന്ത്രനാകുകയുള്ളൂ.
പക്ഷിക്കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് പറയാണ്, സതത്ര നിർമുക്ത സമസ്ത സംഘ ആത്മാനുഭൂത്യ വിദുത ത്രിലിംഗ പരോ അമലേ ബ്രഹ്മണി വാസുദേവ ലേഭേ ഗതിം ഭാഗവതിം പ്രതീതഃ ഭാഗവതിം പ്രതീതഃ ലേഭേ ഗതിം ഭാഗവതിം ഗതിം ലേഭേ ഭഗവത് ഭക്തിയാൽ ലഭ്യമായ ഗതിയെ ലഭിച്ചു. ഭഗവാന്റെ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആ സദ്ഗതി ലഭിച്ചു. ഇപ്പൊ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് അദ്വൈതാശ്രമത്തിലെ അന്ന് ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് പറവൂരിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ വന്നു, വടക്കം പറവൂരിൽ നിന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന് ഗുരുവായിട്ട് സംസാരിച്ചിട്ടിരിക്കുന്ന വഴി ഒരു മൊബൈൽ ഫോൺ പോലെ അന്ന് രാമകൃഷ്ണ മിഷനൊക്കെ ഇറക്കുന്ന ചെറിയൊരു ഭഗവത്ഗീത ഒരു പോക്കറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ ഗുരു പതിയെ ചോദിച്ചു, അതെന്താണ് പോക്കറ്റിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അതൊരു പോക്കറ്റ് ഗീതയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഗുരു പറഞ്ഞു, അത് വായിക്കരുത്, വായിച്ചാൽ പോക്കറ്റ് പോകുമെന്ന് പറഞ്ഞു. അത് വായിക്കരുത്, ഭഗവത്ഗീത അത് വായിക്കരുത്, വായിച്ചാൽ പോക്കറ്റ് പോകും. പോക്കറ്റ് കീറിപ്പോകുന്നല്ല, പോക്കറ്റ് പോകും. ജനന മരണങ്ങളുടെ പോക്കറ്റ് പോകുന്ന ഒന്നാണ് ഭഗവത്ഗീത. അതാണ് ഭാഗവതവും. പോക്കറ്റ് പോകുന്ന ഒന്നാണ്, നമ്മുടെ പോക്ക് അറുത്ത് കളയുന്ന ഒന്നാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇവിടെ അത് പറയാണ്, ആത്മാനുഭൂതി കൊണ്ട് വിദുതലിംഗ ത്രിഗുണാതീതനാണ് താനെന്നറിഞ്ഞിട്ട്, താൻ ഈ 3 ദുഃഖങ്ങളിലും പെടാത്തവനാണ് എന്നറിഞ്ഞിട്ട്, ഞാൻ ത്രിഗുണാതീതനാണ് ആയിട്ട് ഉള്ളവനാണ് എന്ന്, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് അല്ല, ആത്മസ്വരൂപം തന്നെയാണ് എന്ന് ബോധ്യം വന്നതിനാൽ സകല ബന്ധങ്ങളിൽ നിന്നും തീർത്തും വിമുക്തമായിട്ട് യയാതി മഹാരാജാവ് പരിശുദ്ധവും ഉത്കൃഷ്ടവുമായിട്ടുള്ള പരബ്രഹ്മത്തിൽ ഭഗവാനിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ നമുക്കും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. വിഷയതൃഷ്ണ ശമിക്കുകയില്ല, പക്ഷെ ആത്മവിചാരം കൊണ്ട് വിഷയതൃഷ്ണ ഉണ്ടാക്കിയെടുക്കണം. വിഷയതൃഷ്ണ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത്, നമുക്ക് ചുറ്റും മക്കളുണ്ട്, കുടുംബമുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മക്കൾ വഴിതെറ്റി പോകുന്നത് ഒരച്ഛനും അമ്മയ്ക്കും കണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ മക്കൾ വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഗുരു ഒരിക്കലും പറയുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന കൃതിയിൽ ഗുരു പറയുന്നുണ്ട്. ഭാഗവതത്തിൽ 1-2 സ്ഥലത്ത് ആ കഥയും വരുന്നുണ്ട്. അതിന് ഉണ്ട്. സന്ധ്യസമയത്ത് പുത്രോത്പാദനം നടത്തുകയും അസുരന്മാരായി ജനിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. കാമം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടായി പോകുന്നുണ്ട്, കാമവാസന അധികമാവുന്നതാണ്. അതുകൊണ്ട് ധർമ്മബുദ്ധിയോടുകൂടി ആയിരിക്കണം പുത്രോത്പാദനം എന്ന് പോലും ഋഷിമാർ പറഞ്ഞു വെക്കുന്നത്. ജീവിതവും ജീവനും ആരോഗ്യകരമായിട്ട് ഇരിക്കാനും ജീവനെ പരിപൂർണമായ ആ പരമപദത്തിലെത്തി താനും പരമ്പൊരുളും ജീവനും അന്യമല്ലെന്നുള്ള ബുദ്ധിയോട് കൂടി വിചാരത്താൽ ആ ഒരു ഉറപ്പ് വന്നിട്ട് നീ എന്ത് വേണമെങ്കിലും അനുഭവിച്ചോളൂ. അപ്പം നിന്റെ അനുഭവങ്ങൾ, നീ വിഷയങ്ങളുടെ പുറകെ അതിലേക്ക് നീ വീണു പോവുകയില്ല. അതാണ്, വീണു പോവുകയില്ല. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശിൻ്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും സാധനങ്ങൾ സെലക്ട് ചെയ്യത്തുള്ളൂ. കാരണം അറിയാം എന്ന് പറഞ്ഞാൽ ആ ഒരു ജാഗ്രതയാകുന്ന മനസ്സ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. ആ ഒരു വിചാരശേഷി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വേണം ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ട് പോകേണ്ടതെന്ന് ഇവിടെ യയാതി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം ഒരു ഭക്തി ഉണ്ടായേ പറ്റൂ. ആ ഭക്തി ആത്മാവിൽ നിന്നും ജീവൻ അന്യമല്ല എന്നുള്ള ബോധമാണ് ഭക്തിയെ ഉണ്ടാക്കി തരുന്നത് എന്നുകൂടെ ചിന്തിക്കണം. ഇവിടെ അത് പറയുന്നുണ്ട്. ഭക്തി വന്നിട്ട്, ഭഗവത് ഭക്തി ഉണ്ടായിട്ട് ശ്രദ്ധ ലഭിച്ചിട്ട് അയാൾക്ക് ആത്മജ്ഞാനം സംഭവിക്കുകയാണ്. ആ വിവേകം സംഭവിക്കുമ്പോഴാണ് വൈരാഗ്യവും വിവേകവുമാകുന്ന ചിറകുകൾ കൊണ്ട് അയാൾ ഈ വിഷയങ്ങളിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്നത്. അത് മുളയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഓരോ ദിവസവും ഇപ്പം എന്തെങ്കിലും നമ്മൾ നിലത്ത് കുഴിച്ചിടുകയും പിന്നെ ദിവസവും പോയി വേര് പിടിച്ച എന്ന് പറിച്ചു നോക്കുകയും ചെയ്യുന്നപ്പോൾ അബദ്ധമായിട്ടാണ് ഡെയിലി സംഭവിക്കുന്നത്. ഒരിക്കലും പറിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുള വരുന്നത് കരിഞ്ഞു പോകുന്നതിന്, ഒരിക്കലും അത് വളരാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ദിവസവും കാലത്തെ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം ഈശ്വരധ്യാനം നടത്തുന്നുണ്ട്. ബാക്കി സിംഹഭാഗവും കൂടുതൽ ഭാഗവും നമ്മൾ വിഷയങ്ങളിലാണ് എങ്കിൽ വിഷയത്തെ അതിജീവിക്കാനുള്ള മനോബലം മനസ്സിനുണ്ടാകുകയില്ല. മനസ്സിന് 10 മിനിറ്റോ 20 മിനിറ്റോ നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ ധ്യാനവും പ്രാർത്ഥനയും ശരിയായ രീതിയിലാണ് എങ്കിൽ
കൂടുതൽ ഭാഗവും വിഷയങ്ങളിലേക്ക് മറിഞ്ഞ് വീണു പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ബലം നമുക്കുണ്ടാവുകയും ആ ബലം നഷ്ടപ്പെടുകയും അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കരുത്തില്ലാതാവുകയും ചെയ്യുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു കുടുംബവും സമൂഹവും സംജാതമാവുകയും അത് നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും അതുകൊണ്ട് എന്ത് സംഭവിക്കും? ധർമ്മവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആവശ്യമില്ല എന്നുള്ള അത്തരമൊരു സാഹചര്യമൊക്കെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ കൊണ്ട് എത്തിക്കുകയും ക്ഷേത്രങ്ങളും ആചാരങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരും. അത് നമുക്ക് അത്തരം ഒരു വലിയ സാമൂഹ്യ വിപത്തിലേക്ക്, ദുരന്തത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ ആരോഗ്യകരമായി ചിന്തിക്കുക തന്നെ വേണം. അതിന് യയാതിയുടെ ചരിതം, അതാണ് ഞാൻ ആ കഥയിലേക്കല്ല, അതിലെ തത്വം, അതിൻ്റെ വിചാര സൂക്ഷ്മതയിലേക്ക് മാത്രമാണ് ഞാൻ ഇറങ്ങാൻ ശ്രമിച്ചത്. അത്തരമൊരു ഒരു ആത്മബലം ഈ ആഗ്രഹങ്ങളിൽ നിന്നും വിമുക്തമാക്കാനുള്ളൊരു ആത്മാവിൻ്റെ ബലം നമുക്ക് ഉണ്ടാവണം. അതിനെ അദൃശ്യനായി നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് ബോധ്യമാകുന്നില്ലെങ്കിലും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിൽ അവിടുന്ന് എപ്പോഴും പ്രകാശിക്കട്ടെ, വിളങ്ങട്ടെ, അവിടുത്തെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിച്ച് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം.